മലയാള മണ്ണിൻ്റെ രംഗവേദിയിൽ പുതിയ പ്രഭാതം ഒരുക്കിയ ശങ്കരൻ ഒരുപാടു മൊട്ടുകൾ കൊഴിയാതെ ഇവിടെ വിടർത്തി നാരായണ രൂപന ഇവരിവിടെ ഒരുക്കിയ കലാവേദി ഇനിയും ഇനിയും മുഴങ്ങട്ടെ താളങ്ങൾ കല തെളിക്കും വിളക്കിൻ നറുതിരി ഹൃദയവാനിൽ നിലാവൊളി തൂകട്ടെ ഹൃദയവാനിൽ നിലാവൊളി തൂകട്ടെ ഇവിടെയെങ്ങും നൂപുരനാദങ്ങൾ മധുരമന്ത്രസ്വരമായി ഉയരട്ടെ പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് തിരുവനന്തപുരവും ഭാരത് ഭവൻ തിരുവനന്തപുരവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പുസ്തകം ജി ശങ്കരപ്പിള്ള, കാലം, കല, ദർശനം. എഡിറ്റർ ഡോക്ടർ KS ശ്രീനാഥ്. ആധുനിക മലയാള നാടകവേദിക്ക് പുതിയൊരു രംഗഭാഷയും സൗന്ദര്യശാസ്ത്രവും ദിശാബോധവും കണ്ടെത്താൻ ഒരു ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച പ്രതിഭാശാലിയായ നാടകകൃത്തും നാടകപ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. അദ്ദേഹം 1989 ജനുവരി 1 ജീവിതമെന്ന അരങ്ങൊഴിഞ്ഞു പോയി. കോവിഡ് മഹാമാരി അരങ്ങ് തകർത്തപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാവുകയും എന്നാൽ ആ സ്ഥലത്ത് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് രംഗപ്രഭാതുമായി സഹകരിച്ചുകൊണ്ട് നവമാധ്യമങ്ങൾ വഴി ഓൺലൈനായി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അതേ കാലയളവിൽ ജി ശങ്കരപ്പിള്ള കാലം, കല, ദർശനം എന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പ്രഭാഷണ പരമ്പര 1 വർഷക്കാലം നീണ്ടുനിന്നു. അതിൻ്റെ നേതൃത്വം വഹിച്ചത് ഡോക്ടർ KS ശ്രീനാഥും രംഗപ്രഭാത് പ്രസിഡന്റ് ശ്രീമതി KS ഗീതയുമാണ്. സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പ്രഭാഷണ പരമ്പരയിൽ പങ്കാളികളാവുകയും ചെയ്തു. അങ്ങനെ തുടക്കം കുറിച്ച ഈ പുസ്തകത്തിൻ്റെ മഹനീയമായ പ്രകാശന ചടങ്ങാണ് ഇന്നീ വേദിയിൽ സംജാതമാകുന്നത്. ആദ്യമായി സ്മരണാഞ്ജലിയാണ്. അതിനായി ഡോക്ടർ KR ശ്യാമ ടീച്ചറെ ക്ഷണിക്കുന്നു. ടീച്ചർ ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഒരു കാറ്റിലുലയുന്ന കരയിലകൾ പോലെ നാം
പൊഴിയുവാൻ കാത്തിരുന്നോർ ഒരു കാറ്റിലുലയുന്ന കരയിലകൾ പോലെ നാം ഒരുമിച്ചു പൊഴിയുവാൻ കാത്തിരുന്നോർ അതിനിടയിൽ എന്തിനോ ധൃതി പൂണ്ട് നീ നിന്റെ മൊഴി നിർത്തി ഗതി നിർത്തി നിർത്തി നടനവും ചലനവും ആഹാര്യവും നിർത്തി അതിനൊത്ത വാചികവും ആംഗ്യവും ഒപ്പം നിർത്തി അതിനിടയിൽ എന്തിനോ ധൃതി പൂണ്ട് നീ നിന്റെ മൊഴി നിർത്തി ഗതി നിർത്തി നിർത്തി നടനവും ചലനവും ആഹാര്യവും നിർത്തി അതിനൊത്ത വാഞ്ചികവും ആംഗികവും ഒപ്പം നിർത്തി ഒരു സാത്വികതയിൽ നിന്റെ തേജസ് ഞങ്ങളുടെ മിഴികളിൽ കരൾകളിൽ വേദികളിൽ നിർത്തി നീ ഒരു സ്നേഹദൂതനായി നീ വന്നു നീ തന്നു നിന്റെ ദൂതതു നിന്റെ അടയാളവാക്യമെന്നറിയവേ പരിണയം കഴിയാത്ത വിധവയാം ഭൂമി നിൻ പദചലന മന്ത്രധ്വനിയോർത്തു ശാലീന പ്രണയ മൃദുമന്ത്രമൂർത്തിത കാത്തിരിക്കുന്നു വിലയമില്ലാത്ത യുഗങ്ങളിൽ നേരിയ ശ്വസിത വേഗങ്ങൾ ശ്രദ്ധിച്ച് നിൻ പ്രകൃതിയിലെ മധുരതകൾ ഇത് കാത്തിരിക്കുന്നു എണ്ണയും തിരിയുമായി മൺചെരാതിൻ ദാഹശിഖ നിന്റെ ദീപപ്രഭ കാത്തിരിക്കുന്നു എണ്ണയും തിരിയുമായി മൺചെരാതിൻ ദാഹശിഖ നിന്റെ ദീപപ്രഭ കാത്തിരിക്കുന്നു. വളരെയധികം നന്ദി ടീച്ചർ. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, നാടകത്തിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കെ ശശികുമാർ അവർകളാണ്. സ്വാഗത പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രൊഫസർ ജി ശങ്കരപിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് അതിൻ്റെ ചരിത്രത്തിലെ വളരെ മഹനീയമായ ഒരു മുഹൂർത്തത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ. കാരണം മഹാനായ നാടകകാരൻ, പ്രതിഭാശാലിയായ നാടകകൃത്ത്, അധ്യാപകൻ, സംവിധായകൻ, സംഘാടകൻ, അങ്ങനെ വിവിധ മേഖലകളിൽ കേരളത്തിൽ നിറഞ്ഞു നിന്ന ആധുനിക മലയാള നാടകവേദിക്ക് ദിശാബോധമുണ്ടാക്കിയ, കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ നാടക ചിന്തകളെ തന്നെ മാറ്റിമറിച്ച പ്രൊഫസർ ജി ശങ്കരപിള്ള രംഗപ്രഭാതിനെ സംബന്ധിച്ചിടത്തോളം, രംഗപ്രഭാതിൻ്റെ കൂടി ബ്രാഞ്ചായ പ്രൊഫസർ ജി ശങ്കരപിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മഹനീയമായ ഒരു മുഹൂർത്തമാണ്. കാരണം ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് നടത്തിയ അനുസ്മരണ പ്രഭാഷണങ്ങളും ശങ്കരപിള്ള സാറിൻ്റെ നാടക ദർശനങ്ങളും എല്ലാം കൂടി ചേർത്ത് കമ്പൈൽ ചെയ്ത ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഡിറ്ററായി ലോകമറിയുന്ന നാടക
പ്രതിഭാശാലിയായ നാടകക്കാരൻ ഡോക്ടർ KS ശ്രീനാഥും അതുപോലെ എല്ലാ സഹായങ്ങളും ചെയ്ത രംഗപ്രഭാതിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ഗീത KS രംഗപ്രഭാതിനെയും ഈ നിമിഷം ഓർത്തുകൊണ്ട് ഒരുപാട് പേര് സംസാരിക്കേണ്ട ഒരു വേദിയാണ്. പ്രതിഭാശാലികളായ ഒരുപാട് പേര് ഈ അരങ്ങിലിരിക്കുകയാണ്. ശങ്കരപ്പിള്ള സാറുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരുപാട് പേര് നമ്മുടെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. അവർക്കെല്ലാവർക്കും സംസാരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് പ്രൊഫസർ G. ശങ്കരപ്പിള്ള കാലം കല ദർശനം എന്ന ഈ പുസ്തക പ്രകാശന ചടങ്ങിലെത്തിയ എത്രയും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് രംഗപ്രഭാതിൻ്റെ അതുപോലെ പ്രൊഫസർ G. ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ ചെയർമാനും കൂടിയായ ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാനായ ഇന്ത്യ കണ്ട ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗാന്ധിയന്മാരിൽ ഒരാളായ ശ്രീ രാധാകൃഷ്ണ സാറാണ്. ഞങ്ങൾക്ക് ഗുരുസ്ഥാനിയാണ്. രംഗപ്രഭാതിനെ സംബന്ധിച്ചിടത്തോളം രംഗപ്രഭാതിൻ്റെ രക്ഷാധികാരിയാണ് അദ്ദേഹമാണ് ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആമുഖം നൽകുന്നത് ഡോക്ടർ KS ശ്രീനാഥാണ്. ശ്രീനാഥ് ശരിക്കും തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദം നേടി പിൽക്കാലത്ത് അദ്ദേഹം കൽക്കട്ടയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് തിയേറ്ററിൽ നാടകത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി അദ്ദേഹം പുറത്ത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ നാടകത്തെക്കുറിച്ച് വളരെ ഹയർ സ്റ്റഡീസ് ഫിലിം ഡോക്ടറേറ്റൊക്കെ നേടിയ ഡോക്ടർ KS ശ്രീനാഥ് ഇന്ന് ഇന്ത്യയിലും പുറത്തും അറിയപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഏറ്റവും പ്രതിഭാശാലിയായ ഇന്ത്യ ലോകത്തിന് നൽകിയ പ്രതിഭാശാലിയായ നാടകക്കാരനാണ് ഡോക്ടർ KS ശ്രീനാഥ്. അദ്ദേഹമാണ് ഈ പുസ്തകം കമ്പയൽ ചെയ്തത്. ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നാടകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് വിവിധ ഭാഷകളിലായിട്ട് അദ്ദേഹം വിവിധ നാടക അരങ്ങുകൾ, വിവിധ നാടക ക്യാമ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഇംഗ്ലണ്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം നാടക ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പണ്ട് രംഗപ്രഭാതിൽ ഞാൻ ഓർക്കുന്നു 28 വർഷങ്ങൾക്ക് മുമ്പ് അഷഡ് കെ എക് ദിൻ, മോഹൻ രാകേഷിൻ്റെ അഷഡ് കെ എക് ദിൻ എന്ന് പറയുന്ന നാടകം മനോഹരമായി അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതുകൂടി ഈ നിമിഷം ഓർത്തുകൊണ്ട് ഡോക്ടർ KS ശ്രീനാഥിനെ ഇതിൻ്റെ എഡിറ്റർ കൂടിയായ, നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ കൂടിയായ ഡോക്ടർ KS ശ്രീനാഥിനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ മഹനീയമായ ചടങ്ങിൽ ഈ പ്രൊഫസർ G. ശങ്കരപ്പിള്ള കാലം കലാ ദർശനം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ MM ബഷീർ സാറാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നിരൂപകൻ, സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗം ഹെഡായിരുന്നു അദ്ദേഹം. മാത്രമല്ല കേരളത്തിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാരുടെ കൃതികളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച നിരൂപണങ്ങൾ, കുമാരനാശാൻ തൊട്ട് MD വരെയുള്ള ധാരാളം എഴുത്തുകാരെക്കുറിച്ചുള്ള നിരൂപണ സാഹിത്യത്തിന് സമ്മാനിച്ച എഴുത്തുകാരനാണ് നമ്മുടെ ഡോക്ടർ MM ബഷീർ സാർ. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക്, ഈ പുസ്തകം പ്രകാശന ചടങ്ങിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ സാഹിത്യത്തിന് ലഭിച്ച SR ലാൽ എന്ന വെഞ്ഞാറമൂടുകാരനാണ്. വെഞ്ഞാറമൂടുകാരനായ SR ലാലിനെ സ്വാഗതം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു അഭിമാനം തോന്നുന്നത്, കാരണം SR ലാൽ എൻ്റെ ശിഷ്യനും കൂടെ ആയിരുന്നു. SR ലാലിനെ പഠിപ്പിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. SR ലാലിനെ പോലെ വളരെ ലളിതമായ ജീവിതത്തിന് ഉടമ കൂടിയാണ് SR ലാൽ എന്ന് പറയുന്നത്. വിനയത്തിൻ്റെ മറുവാക്കാണ് SR ലാൽ. SR ലാലാണ് ഈ പുസ്തകം ഇന്ന് ഡോക്ടർ MM ബഷീർ സാറിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്. ലാലിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സ്മൃതി പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, മറ്റൊരു പ്രതിഭാശാലിയായ നാടകക്കാരൻ, ഈ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, ഭാരത് ഭവൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ വന്ന ഏറ്റവും മികച്ച സെക്രട്ടറിമാരിൽ ഒരാളാണ് പ്രമോദ് പയ്യന്നൂരിനെന്ന് ഞാൻ അഭിമാനത്തോടുകൂടി എൻ്റെ പ്രിയ സുഹൃത്തിനെ അഡ്രസ്സ് ചെയ്യട്ടെ. ഒപ്പം തന്നെ മികച്ച നാടക പ്രവർത്തകൻ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും, പോണ്ടിച്ചേരിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും, ഇപ്പോൾ ഡോക്ടർ
പ്രമോദ് പയ്യന്നൂരാണ്. അതിന് ഒരു അഭിനന്ദനം കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പ്രമോദിന് ഒരു അഭിനന്ദനം കൂടി രേഖപ്പെടുത്തുകയാണ്. കാരണം വിശ്വഭാരതി സർവകലാശാലയിൽ നിന്നും നാടകത്തിൽ ഡോക്ടറേറ്റ് ടാഗോർ കൃതികളെ ആസ്പദമാക്കി അദ്ദേഹം നാടകത്തെക്കുറിച്ച് ടാഗോർ നാടകങ്ങളിൽ നാടകവശങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തീം അതായിരുന്നു. അതിന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ആദരവോടെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഗുരുതുല്യനാണ് പ്രൊഫസർ അലിയാർ സാർ എന്ന് പറയുന്നത്. രംഗപ്രഭാതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ 40-45 വർഷത്തിലേറെ കാലം നീണ്ട സൗഹൃദമാണ് കൊച്ചുനാരായണപിള്ള സാറും പ്രൊഫസർ ജി ശങ്കരപിള്ള സാറും രാമാനു സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലം തൊട്ടേ രംഗപ്രഭാതുമായിട്ടൊരു ആത്മബന്ധം, രംഗപ്രഭാതിൻ്റെ ആത്മബന്ധു എന്നുകൂടി പറയാവുന്ന വ്യക്തിത്വമാണ് പ്രൊഫസർ അലിയാർ സാർ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അധ്യാപകൻ, അതുപോലെ നടൻ, അതുപോലെ തന്നെ ശബ്ദ കലാകാരൻ, എഴുത്തുകാരൻ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള മഹാനായ ഒരു കലാപ്രവർത്തകനാണ് പ്രൊഫസർ അലിയാർ സാർ. മാത്രമല്ല പ്രൊഫസർ ജി ശങ്കരപിള്ള സാറുമായിട്ട് ഏറെ ആത്മബന്ധമുള്ള നാടകപ്രവർത്തകരിൽ ഒരാളാണ് പ്രൊഫസർ അലിയാർ സാർ. കാരണം സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ബാച്ച് തുടങ്ങുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു കോളേജ് അധ്യാപകർക്ക് വേണ്ടി നടത്തിയ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് അലിയാർ സാറും ഒന്ന് ബിയാട്രീസ് അലക്സിസ് മാഡവും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, മാഡം ഉണ്ടായിരുന്നു തോന്നുന്നു. ശരിക്കും അപ്പോൾ അത്രയേറെ ആത്മബന്ധം ഉണ്ടായിരുന്നവരാണ് പ്രൊഫസർ അലിയാർ സാർ ശങ്കരപിള്ള സാറുമായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ശ്രീ ബൈജു ചന്ദ്രൻ, അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനാണ്, അതുപോലെ നിരവധി ഡോക്യുമെൻ്ററികളുടെ രചയിതാവും അതുപോലെ ഡോക്യുമെൻ്ററി മേക്കറുമാണ് ശ്രീ ബൈജു ചന്ദ്രൻ. ദൂരദർശൻ പ്രോഗ്രാം ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹം ഇപ്പോൾ മാധ്യമരംഗത്തും മറ്റ് മേഖലകളിലും വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, രംഗപ്രഭാതിന് ഒരു ആത്മബന്ധുവിനെ പോലെ നിൽക്കുന്ന ശ്രീ ബൈജു ചന്ദ്രനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പെരുപ്പങ്കോട് അശോകൻ കവിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ വളരെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ വ്യക്തിത്വമാണ്, പ്രഭാഷകനാണ്, അധ്യാപകനാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ശ്രീ പെരുപ്പങ്കോട് അശോകൻ ഈ പുസ്തകം സാധ്യമാകുന്ന കാര്യത്തിൽ, ഈ പുസ്തകം സാധ്യമാക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇതിനു വേണ്ടി ഗീതയോടൊപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കിലൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പങ്കെടുത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ പെരുപ്പങ്കോട് അശോകൻ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഓഡിയൻസിൻ്റെ ഇടയിലുണ്ട്. അയ്യപ്പ പണിക്കർ സാറിൻ്റെ മകള് ഇവിടെ ഉണ്ട് എന്ന് ഗീത ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പുസ്തകം സാധ്യമാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ചിലരുണ്ട് രംഗപ്രഭാതിൽ. രംഗപ്രഭാതിൻ്റെ സെക്രട്ടറി ഹരീഷ്, ചിത്രലേഖ, അതുപോലെ അതിൻ്റെ ലേ ഔട്ട് ചെയ്ത ഗിരീഷ് ഗ്രാമീണൻ, അതുപോലെ ഇതിനു വേണ്ടി മറ്റ് ഡിസൈനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ജിഷ്ണു ദേവ്, അതുപോലെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഇറ ബുക്സ്, ഇതിൻ്റെയൊക്കെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ രാജലക്ഷ്മി ടീച്ചറുണ്ട്, ചിത്രാ മേഡം ഉണ്ട്, അതുപോലെ രംഗപ്രഭാതിൻ്റെ കോർഡിനേറ്റർ ഹരീഷൻ സാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഈ വേദിയിൽ ഇവിടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ശശികുമാർ സാർ. അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ ഹാളിലും വേദിയിലും
ആഗതരായി ഇന്നത്തെ ഈ ഹൃദ്യമായ ചടങ്ങിൽ പങ്കെടുത്ത് രംഗപ്രഭാതിലെയും ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെയും പ്രവർത്തകരെ ഉത്സാഹിപ്പിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് എന്നോടൊപ്പം വേദി പങ്കിടുന്ന ഡോക്ടർ MM ബഷീർ, ഡോക്ടർ KR ശ്യാമ, ശ്രീ ശശികുമാർ, ഡോക്ടർ KS ശ്രീനാഥ്, ഡോക്ടർ SR ലാൽ, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, പ്രൊഫസർ അലിയാർ, ശ്രീ ബൈജു ചന്ദ്രൻ, ശ്രീ പിരപ്പങ്കോട് അശോകൻ, ഡോക്ടർ MS ലീലാറാണി. ഇതുകൂടാതെ ഇന്നത്തെ ഈ ബുക്ക് അത് സാധ്യമാക്കിയ, ഇതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ശ്രീ ഹരികൃഷ്ണൻ, ശ്രീമതി KS ഗീത, അതുകൂടാതെ ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്ററിൻ്റെ സെക്രട്ടറി, ഞാനല്ലേ സെക്രട്ടറി, എന്നെ വിടണമേ എന്ന് പറഞ്ഞ് ഹാളിൽ ഒരറ്റത്തിരിക്കുന്ന കീർത്തി കൃഷ്ണ, MG കോളേജിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എന്നോടൊപ്പം പഠിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ഹാളിലുണ്ട്. ശങ്കരപ്പിള്ള സാറിന് ഇഷ്ടപ്പെട്ട, പിൽക്കാലത്ത് ശങ്കരപ്പിള്ള സാറിനെ പറ്റി ഗവേഷണം നടത്തിയ നടിയും ഗവേഷകയും അധ്യാപകയുമായിരുന്ന ബിയാട്രിസ്, ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് കൊണ്ട് ഇരിപ്പുണ്ട്. ഈ ഹാളിലും ഈ വേദിയിലും 4 തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കാണുന്നു. ശങ്കരപ്പിള്ള സാറിനോടൊപ്പം നാടകവേദിയിൽ പ്രവർത്തിച്ചവർ, ശങ്കരപ്പിള്ള സാർ അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നാടകത്തെപ്പറ്റിയും വിശ്വനാടകത്തെപ്പറ്റിയും മലയാള വേദിക്കൊരു ഉയർത്തെഴുന്നേൽപ്പും മറ്റൊരു മുഖവും ആരോഗ്യകരമായ കാഴ്ചപ്പാടുകളാൽ സമ്പന്നമാകുന്ന ഊർജ്ജസ്വലതയുള്ള ഒരു നാടകവേദി ഉണ്ടാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം പങ്കിട്ടവർ കുറച്ചുപേർ. ശങ്കരപ്പിള്ള സാറും ഞാനുമായിട്ട് ആദ്യം കാണുന്നത് തന്നെ 1975 പന്തളം NSS കോളേജിൽ നടന്ന ഒരു ആൾക്കേരള യുവജന ഫെസ്റ്റിവലിൽ ഞാനും ഒരു നാടകം എഴുതി അഭിനയിച്ചു. ശങ്കരപ്പിള്ള സാറ് ജഡ്ജിമാരിൽ ഒരാളായിരുന്നു, ആനന്ദക്കുട്ടനായിരുന്നു രണ്ടാമത്തെ ജഡ്ജി. അദ്ദേഹം ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു അവാർഡ് എനിക്ക് തന്നു. ശങ്കരപ്പിള്ള സാറിൽ നിന്ന് ഞങ്ങൾ ആദ്യം കാണുന്നു, അവാർഡ് വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഒരു ചെറിയ ചായ സൽക്കാരം ഉണ്ടായിരുന്നു. ആ ചായ സൽക്കാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, ഈ എഴുതി അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടിയോ ജനങ്ങളുടെ ക്ഷമയോ പരിശോധിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ നന്നായിട്ട് കഥാപാത്രത്തെ അവതരിപ്പിച്ചു, അതുകൊണ്ട് ബെസ്റ്റ് ആക്ടർ പ്രൈസ് നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചെറിയ ഉപദേശ രൂപേണ പറഞ്ഞു. പക്ഷേ ഈ ബന്ധം അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം വരെ പല രൂപത്തിൽ, അദ്ദേഹം ആദ്യമായി അധ്യാപകനായത് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ തന്നെ അധ്യാപകനാകുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു അനുജനെപ്പോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അകലെയായിരുന്നെങ്കിലും പല കാലയളവിലെ പങ്കെടുക്കുവാനും
അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഊർജം, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കാഴ്ചപ്പാടുകളാൽ സമ്പന്നമായ തരത്തിൽ എൻ്റെ മേഖല മറ്റ് മേഖല ആയിരുന്നെങ്കിലും നാടകവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയത് ശങ്കരപ്പിള്ള സാറാണെന്ന് തന്നെ പറയാം. അതിനുശേഷം കൊച്ചു നാരായണപിള്ള സാറുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അതിന് മറ്റൊരു മാനം വന്നു. രംഗപ്രഭാതമായി അടുത്തപ്പോൾ അത് വീണ്ടും ആഴത്തിലായി. ഞാൻ ഓർക്കുന്നു. അപ്പം അങ്ങനെ ശങ്കരപ്പിള്ള സാറുമായിട്ട് ബന്ധപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ കൂടെ നാടകം എന്താണെന്ന് മനസ്സിലാക്കിയവർ, അത് കഴിഞ്ഞിട്ട് രംഗപ്രഭാത് ആരംഭിച്ചതിന് ശേഷം അവിടുത്തെ കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ഉന്നതങ്ങളിലെത്തിയ വിദ്യാർത്ഥികൾ ഇന്ന് പല പ്രതിഭകളും ഈ ഹാളിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളെപ്പറ്റിയും അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകളെപ്പറ്റിയെല്ലാം തന്നെ ഗവേഷണം നടത്തിയ വിദ്യാർത്ഥികൾ. അപ്പോൾ അവരോടാണ് നാം സംസാരിക്കേണ്ടത്. വർഷത്തിലൊരിക്കൽ മാത്രം അനുസ്മരണം നടത്തുന്ന ഒരു സംഘടന അല്ല രംഗപ്രഭാത്, അല്ലെങ്കിൽ ശങ്കരപ്പിള്ള സാറിൻ്റെ പേരിൽ ഞങ്ങൾ ആരംഭിച്ച സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ്. എങ്കിലും ശങ്കരപ്പിള്ള സാറിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ആ മനുഷ്യൻ്റെ വളർച്ചയിൽ ഒരു വ്യക്തി എന്നുള്ള തരത്തിലല്ലാതെ തന്നെ ഒരു ഗാന്ധിയൻ എന്നുള്ള കാഴ്ചപ്പാട്, ഒരു നല്ല അധ്യാപകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ശമ്പളം തന്നെ പൂർണ്ണമായിട്ടും സാമ്പത്തിക കഴിവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് വളരെ ഉന്നതങ്ങളിലെത്തിയവർ പോലും ശങ്കരപ്പിള്ള ശൈലി ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ നാടകം ദൂരദർശന് ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ മാന്യന്മാരൊക്കെ തിരുവനന്തപുരത്തുണ്ട്. പാവം കൊച്ചു നാരായണപിള്ള സാറിൻ്റെ സ്വപ്നം അരിയാർ സാറിനറിയാം. അദ്ദേഹം സഹായിച്ചവനാണ്. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച് ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊച്ചു നാരായണപിള്ള സാറിന് ഒരു മോഹം, ശങ്കരപ്പിള്ള സാറിനെ പറ്റിയുള്ള ഒരു ചെറിയ ഗ്രന്ഥം ഓർമ്മക്കുറിപ്പുകളിൽ കൂടെ തയ്യാറാക്കുക. അദ്ദേഹം അത് ചെയ്തു. ശങ്കരപ്പിള്ള ഒരു അന്വേഷണം എന്ന് പറഞ്ഞ് ഒരു നല്ല ഗ്രന്ഥം കൊച്ചു നാരായണപിള്ള സാറിൻ്റെ ശ്രമഫലമായിട്ട് ഉണ്ടായി. പക്ഷേ അതിൻ്റെ പുറകിൽ ആ മനുഷ്യൻ ദേവതുല്യനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കൊച്ചു നാരായണപിള്ള സാർ. ഒന്നും പ്രതീക്ഷിക്കാതെ ശ്രീരാമൻ്റെ മുൻപിൽ ലക്ഷ്മണൻ എങ്ങനായിരുന്നുവോ അതുപോലായിരുന്നു കൊച്ചു നാരായണപിള്ള സാറ് ശങ്കരപ്പിള്ള സാറിൻ്റെ മുൻപിൽ. തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തരായ അന്ന് ഉന്നതന്മാരായ ചില സാഹിത്യകാരന്മാരെ ഞങ്ങൾ 2 പേരും കൂടെ പോയി കണ്ട് സാറിനെ പറ്റിയുള്ള ഓർമ്മക്കുറിപ്പൊക്കെ തരണം, ഞങ്ങളിങ്ങനൊരു പുസ്തകം തയ്യാറാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ 3-4 പേർ പറഞ്ഞു ശങ്കരപ്പിള്ള അത് അർഹിക്കുന്നില്ല, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ശങ്കരപ്പിള്ള അത് ഇപ്പോൾ അർഹിക്കുന്നില്ല. പിന്നെ മറ്റൊരാൾ പറഞ്ഞത്, അദ്ദേഹം മലയാളം പ്രൊഫസറായിരുന്നു, പക്ഷേ അന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ഇവാലുവേറ്റ് ശങ്കരപ്പിള്ള. കാലം കഴിഞ്ഞു. ഇന്നിതാ ഡോക്ടർ ശ്രീനാഥിൻ്റെ നേതൃത്വത്തിൽ ശ്രീമതി ഗീതയുടെ ശ്രീ ഹരികൃഷ്ണൻ്റെ അശ്രാന്ത പരിശ്രമത്താൽ അതിമനോഹരമായ ഒരു ഗ്രന്ഥം ഇവിടെ ഇന്ന് സമർപ്പിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ശങ്കരപ്പിള്ള സാറിനെ തള്ളിപ്പറഞ്ഞവർ, ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകം വായിക്കാതെ പോലും കവർ പേജ് നോക്കി അതിനെ നിരൂപണം നടത്തിയ നിരൂപക ശ്രേഷ്ഠന്മാർ, ശങ്കരപ്പിള്ള ശൈലി എന്ന് പറയുന്ന മലയാള നാടകത്തിൻ്റെ വേരുകൾ തോണ്ടുമെന്ന് പോലും ഒരു പത്രത്തിൽ കുറിപ്പെഴുതിയ സാഹിത്യകാരന്മാരടങ്ങുന്ന തിരുവനന്തപുരത്ത് ഈ ഗ്രന്ഥം വെളിയിടുന്നു, ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ ശങ്കരപ്പിള്ള സാർ കാണിച്ച വഴി ശോഭനമായിരുന്നുവെന്നും ശങ്കരപ്പിള്ളയുടെ ഹൃദയ നൈർമല്യമെന്ന് പറയുന്നത്
വളരെ ഉദാത്തമായ മാനവികതയാൽ സമ്പന്നമായിരുന്നുവെന്നും ശങ്കരപ്പിള്ള എന്ന് പറയുന്നത് കാലത്തിന് മുൻപേ നടന്ന മുൻപേ നടന്ന ഒരു സാഹിത്യകാരനായിരുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. 40 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനും അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ ഹൃദയവ്യഥ മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ തന്നെ അദ്ദേഹത്തിനോട് കാട്ടിയ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയും. ശങ്കരപ്പിള്ള സാറ് ഒരു നിർണായക സാഹചര്യത്തിൽ വേദന സഹിക്കവയ്യാതെ കേരളത്തിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിയെടുത്ത് താമസിക്കുവാൻ വേണ്ടി വന്നത് ഗാന്ധിഗ്രാമിലേക്കായിരുന്നു, ഞങ്ങളുടെ അടുത്തേക്കായിരുന്നു. അന്ന് രാമാനുജവും അവിടെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമർപ്പിത നാടകത്തിനു വേണ്ടി ജീവിതം മറന്ന അല്ലെങ്കിൽ സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി ഇനിയും വരുന്നു. ഇതുപോലെയുള്ള പല ഗ്രന്ഥങ്ങൾ ഇനിയും വരാനിരിക്കുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി നമ്മൾക്കൊന്നിച്ച് നീങ്ങാൻ കഴിയുമെങ്കിൽ ശങ്കരപ്പിള്ള സാറ് ആരായിരുന്നു, എന്തായിരുന്നു, കാഴ്ചപ്പാട് എന്തായിരുന്നു, അദ്ദേഹം മലയാള നാടകവേദിക്ക് വേണ്ടി മാത്രമല്ല, ശങ്കരപ്പിള്ള സാർ മലയാള നാടകവേദിയെ സമ്പുഷ്ടമാക്കുവാൻ ഇവിടെ ശ്രമിച്ചപ്പോൾ തന്നെ അതിൻ്റെ അലകൾ ഇന്ത്യയിലെ മറ്റു പല നാടക വേദികളിലും നാടക ശൈലികളിലായാലും നാടകം ഗൗരവതരമായി എടുക്കേണ്ട ഒരു വസ്തുതയാണെന്നും അഭിനയിക്കുവാൻ വേണ്ടി മാത്രമല്ലെന്നും ചിരിക്കുവാൻ വേണ്ടി മാത്രമല്ലെന്നും അതൊരു വിദ്യാദാനോപാധിയായി മാറണമെന്നും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ശങ്കരപ്പിള്ള സാറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പല്ല, അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കുവാൻ കേരളത്തിലെ ബുദ്ധിജീവികളും നാടക പ്രവർത്തകരും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ഇന്നിവിടെ നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ ഈ ഗ്രന്ഥം ശങ്കരപ്പിള്ള കാലം കല ദർശനം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സൗമനസ്യം കാട്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആദരണീയരായ മുതിർന്ന സഹോദരന്മാരോടും നാടക പ്രവർത്തകരോടും ശങ്കരപ്പിള്ള സാറിൻ്റെ ഇപ്പം ബഷീർ സാറൊക്കെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും, ബഷീർ സാറും അതുപോലെ തന്നെ പ്രൊഫസർ അലിയാറൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. ബാക്കിയെല്ലാം അടുത്ത തലമുറ ആണെന്നെങ്കിലും പറയാം. നിങ്ങളോടുള്ള ഞങ്ങളുടെ കടപ്പാട് അത് ഓർക്കുമ്പോൾ കണ്ണീർ വരുന്നു. ഇതാണ് കല, ഉദാത്തമായ കല. കമേഴ്ഷ്യൽ നാടകവേദിയല്ല, ഉദാത്തമായ ഒരു കലയുടെ പ്രയോക്താവായിരുന്നു ശങ്കരപ്പിള്ള സാർ. രംഗപ്രഭാതും പ്രൊഫസർ ശങ്കരപ്പിള്ള സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സും സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ വ്യക്തിപരമായിട്ട് കൂടി നിങ്ങൾ വന്നതിനെ ഞങ്ങളുടെ ആഹ്ലാദവും സന്തോഷവും കടപ്പാടും കൂടെ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. നാടകമെന്ന ഉദാത്തമായ കലയെ, ആ കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ജി ശങ്കരപ്പിള്ള സാറിനെ ഈ നിമിഷത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കി തന്ന ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന് വളരെയധികം നന്ദി. ഒരു പുസ്തകം രചിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അതിനെ എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകമാക്കി എടുക്കുന്നതാണ്. കാരണം ഒരുപാട് പേരുടെ ലേഖനങ്ങളെ, പഠന ശേഖരങ്ങളെ സ്വീകരിച്ച് ശേഖരിച്ച് അവരോട് പല പ്രാവശ്യം ചോദിച്ച് അത് വാങ്ങി എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകമാക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് അഹോരാത്രം പ്രയത്നിച്ച് ഇങ്ങനെയൊരു സന്ദർഭം, മഹനീയമായ ഒരു സന്ദർഭം സാക്ഷ്യമാക്കി തീർത്ത ഡോക്ടർ KS ശ്രീനാഥ് സാർ, ഈ പുസ്തകത്തെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി ഡോക്ടർ KS ശ്രീനാഥ് സാറിനെ ക്ഷണിക്കുന്നു.
ആദരണീയരായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ, ഡോക്ടർ എം ബഷീർ സർ, SR ലാൽ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള അലിയാർ സാർ, സഹോദരതുല്യനായ ബൈജു ചന്ദ്രൻ, പ്രമോദ് പയ്യന്നൂർ, പിരപ്പങ്കോട് അശോകൻ, രംഗപ്രഭാതിലെയും ഈ പുസ്തകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച രംഗപ്രഭാതിലെയും പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഓർമ്മിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുന്നിൽ ഈ പുസ്തകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ലേഖനങ്ങൾ തന്നിട്ടുള്ള എഴുത്തുകാർ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ബിയാട്രിസ് അലക്സിസ് ആൻഡ് രാജലക്ഷ്മി ടീച്ചർ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വേണു, മീന, ഒരുപാട് പേര് സമ്പന്നമാണ് സദസ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഒരു നിയോഗം പോലെ എന്നിൽ വന്നതാണ്. ആ യാത്രയിൽ എൻ്റെ കൂടെ നടന്നത് ഗീതയായിരുന്നു. ഗീത നല്ല സഹനശേഷിയുള്ള ഒരു ആളാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ്. ഇംഗ്ലണ്ടിലിരുന്നിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഈ പുസ്തകം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ ഗീതയെ വിളിക്കുകയും ഒരു കർക്കശമായിട്ടുള്ള എൻ്റെ ശബ്ദം ഗീത പലപ്പോഴും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നോടൊപ്പം യാത്ര ചെയ്ത് ഈ പുസ്തകത്തിൻ്റെ അവസാനം വരെ എത്തിച്ച ഗീതയെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ശങ്കരപ്പിള്ള സാർ ഈ സായാഹ്നം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അയ്യപ്പ പണിക്കർ സാറ് ശങ്കരപ്പിള്ള സാറിനെ പറ്റി എഴുതിയ ഒരു കവിത വളരെ മനോഹരമായി ശ്യാമ ആലപിച്ചുകൊണ്ടാണ് ഈ ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇവിടെ മുമ്പിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഒരാളാണ് അയ്യപ്പ പണിക്കർ സാർ. അപ്പോൾ ഈ സായാഹ്നം ഓർമ്മപ്പെടുത്തലുകളുടേതാകുന്നത് പലതരത്തിലാണ്. ഇവിടെ അദൃശ്യമായ ഒരു സാന്നിധ്യമായിട്ട് അയ്യപ്പ പണിക്കർ സാർ ഇവിടെയുണ്ട്. അതുപോലെ ശങ്കരപ്പിള്ള സാറിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ധർമ്മം. അതിന് കാരണം ശങ്കരപ്പിള്ള സാർ മലയാളത്തിൽ ഓർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു ജി ശങ്കരപ്പിള്ളയുടേത്. അദ്ദേഹത്തിന് സ്വകാര്യമായ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്വകാര്യമായ ജീവിതവും നാടക ജീവിതം തന്നെയായിരുന്നു. പൊതുസമൂഹത്തിന് അദ്ദേഹം സമർപ്പിച്ച ജീവിതവും നാടകത്തിൻ്റേതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഈ ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചരിത്രത്തിലേക്ക് നമുക്കൊരു എത്തിനോട്ടമാണ്. ചരിത്രത്തിനെ നമ്മൾ തിരിച്ചെടുക്കുന്നതാണ് ഈ ഓർമ്മകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ശങ്കരപ്പിള്ള സാറിൻ്റെ സംഭാവനകളെ വിലയിരുത്തുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകുന്നത് മലയാള നാടകവേദിയുടെ ചരിത്രത്തിനെ നമ്മൾ അവലോകനം ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഒരു കാര്യം ശങ്കരപ്പിള്ള സാറിനെ പറ്റി എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളത്, പലരും പറഞ്ഞിട്ടുള്ളതാണ്, വളരെ അശാന്തമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു തുടിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുണ്ട്, അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിലുണ്ട്,
അദ്ദേഹം എഴുതിയ നാടകങ്ങളിലുണ്ട്. ശങ്കരപ്പിള്ള സാർ തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ നാടകങ്ങൾ എന്നെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നില്ല. എൻ്റേത് മാത്രമെന്ന് എനിക്ക് സത്യം ചെയ്ത് പറയാവുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഞാൻ സങ്കല്പിക്കുന്ന ഒരു നാടക സ്വരൂപം ഇനിയും എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ വായിക്കുമ്പോൾ ജി ശങ്കരപ്പിള്ള എന്ന് പറയുന്ന നാടകകൃത്ത് ഒരു പരാജിതനായി എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിതിനെ മനസ്സിലാക്കുന്നത് വളരെ പവിത്രമായ ദിവ്യമായിട്ടുള്ള ഒരു വേദനയുടെ ശബ്ദമായിട്ടാണിത്. ഇതെന്തുകൊണ്ടാണ് ഇത് ദിവ്യമായിട്ടുള്ളൊരു വേദനയാകുന്നത്? സ്വന്തം കലാസൃഷ്ടി തന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നറിയുന്ന ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഒരു വേദനയാണ്. ആ വേദന തൻ്റെ കലയുമായി ബന്ധപ്പെട്ട ഒരു വേദനയാണത്. തികച്ചും വ്യക്തിപരമായ ഒരു വേദന അല്ലത്. ഇത് വലിയ എഴുത്തുകാരിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു അശാന്തിയാണ്. വളരെ പ്രശസ്തരായ ലോക സാഹിത്യത്തിൽ തന്നെ വളരെ പ്രശസ്തരായ നാടകകൃത്തുകളിൽ ഈ ഒരു അശാന്തി നമുക്ക് കാണാൻ പറ്റും. അത് ഹെൻറിക് ഇബ്സനിലുണ്ടായിരുന്നു, സ്ട്രിൻബർഗിലുണ്ടായിരുന്നു. വലിയ പ്രശസ്തരായ എഴുത്തുകാരിൽ മുഴുവൻ അവരുടെ നാടകകൃതിയുടെ അന്തസ്സത്തയെ അടിത്തറയിൽ കിടക്കുന്ന ഒരു അശാന്തിയാണ് ശങ്കരപ്പിള്ള സാറിൽ നമ്മൾ കാണുന്നത്. ഇബ്സൻ്റെ മാസ്റ്റർ ബിൽഡർ എന്ന് പറയുന്ന നാടകത്തിൽ മുഴുവൻ കാണുന്നത് ഈ അശാന്തിയാണ്. ഒരു തലമുറ എൻ്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കും, അന്ന് ഞാൻ അവരെന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറയുന്ന ഒരു ഇബ്സനെയാണ് നമ്മൾ മാസ്റ്റർ ബിൽഡർ എന്ന് പറയുന്ന നാടകത്തിൽ കാണുന്നത്. അതിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമെങ്കിൽ കൃത്യമായിട്ടറിയാം. ഈ ഇബ്സൻ്റെ അവസാന കാലങ്ങളിൽ സ്വന്തം നാടക ശില്പത്തിനോട് തന്നെ അതിൽ നിന്ന് പുറത്ത് മാറാനും ആ നാടകശില്പത്തിനെ പൊളിച്ചു മാറ്റി മറ്റൊരു ശില്പം നിർമ്മിക്കാനുമുള്ള ഒരു വലിയ കഠിനമായ ഒരു പ്രയത്നവും അതിൻ്റെ വേദനയും ഇബ്സൻ്റെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ പുസ്തകത്തിൽ സമാഹരിച്ചിരിക്കുന്ന ലേഖനങ്ങളെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാലം, കല, കാലം, ദർശനം എന്നാണ് ഈ 3 ഖണ്ഡങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ സാംഗത്യവും. ശങ്കരപ്പിള്ള സാറ് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെട്ടിട്ടുള്ള ഒരു നാടകകൃത്ത് ശങ്കരപ്പിള്ള സാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശിഷ്യന്മാരാലും സുഹൃത്തുക്കളാലും ഗവേഷകരാലും ഒരിക്കലും അങ്ങനെ സ്മരിക്കപ്പെടാത്ത ഒരു വ്യക്തിയല്ല ശങ്കരപ്പിള്ള സാർ. മറ്റു നാടകകൃത്തുക്കളുടെ കാര്യം കൂടി നോക്കുമ്പോൾ ഇദ്ദേഹം വളരെയധികം ആവർത്തിച്ച് അനുസ്മരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ പുസ്തകത്തിനൊരു പ്രത്യേക ദാർശനികമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട് ഈ പുസ്തകത്തിന്. ഏതൊരു കാലത്തും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോടുള്ള ഒരു സംവാദമാണ്. ഈ കാലത്തിൽ നിന്ന് ഭിന്നിച്ച് മാറി നിൽക്കാൻ ഒരു എഴുത്തുകാരന് സാധ്യമല്ല. കലയും കാലവും തമ്മിലുള്ള ബന്ധത്തിന് 2 തരത്തിലുള്ള സമീപനങ്ങളാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. ഒന്ന്, താൻ ജീവിച്ചിരിക്കുന്ന കാലത്തിനെ പ്രതിഫലിപ്പിക്കുന്ന കലാകാരന്മാരുണ്ട്. അവിടെ ഒരു വലിയ നിലക്കണ്ണാടിയുടെ ഒരു ധർമ്മം പോലെയാണ് ആ കലാകാരൻ്റെ ജീവിതം. എന്നുവെച്ചാൽ ആ കാലത്ത് സംഭവിക്കുന്ന ദാർശനികവും ഭാവുകത്വപരവുമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഇല്ലെങ്കിൽ ജീവിത സംബന്ധിയായിട്ടുള്ള ആ കാലത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കാലത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ ഈ കലാകാരന്മാരുടെ കൃതികളിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. അത് കാലത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി പോലെ നിൽക്കുന്ന എഴുത്തുകാരും കലാകാരന്മാരുടെയും ഒരു നിരയാണ് ഒരു സമീപനം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു സമീപനമുണ്ട്. ആ കാലത്തിൻ്റെ ഭാവുകത്വത്തെ മാറ്റിപ്പണിയാനായി
സ്വന്തമായി വഴി വെട്ടിത്തെളിക്കുന്ന ആൾക്കാരാണ്. അന്ന് നിലനിൽക്കുന്ന ഒരു വഴിയിലും സഞ്ചരിക്കാതെ പുതുതായി ഒരു വഴി വെട്ടിത്തെളിച്ച് ആ വഴിയിലൂടെ നടക്കുകയും മറ്റുള്ളവരെ അവർക്കൊരു മാർഗനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്ന, അവരെ ആ വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരുണ്ട്. ഈ രണ്ട് സമീപനങ്ങളും വലിയ എഴുത്തുകാരുടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ശങ്കരപ്പിള്ള സാറ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ വഴിയാണ്, സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിച്ച് നടക്കുക എന്നുള്ളത്. അത് വളരെ കഠിനമായിട്ടുള്ള ഒരു വഴിയാണ്, പ്രയത്നമാണ്, ഒരു ശീലമാണ്, ഒരു സമീപനമാണ്. അത് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു അക്ഷീണമായിട്ടുള്ള ഒരു പരിശ്രമമാണ് വേണ്ടി വരിക. അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്ത ഒരു നാടകകൃത്താണ് ജി ശങ്കരപ്പിള്ള. നിങ്ങൾക്ക് മലയാള നാടകവേദിയുടെ ചരിത്രം അറിയുന്നവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ജി ശങ്കരപ്പിള്ള എന്ന നാടകകൃത്തിനെ, സംവിധായകനെ, സംഘാടകനെ, നിരൂപകനെ, അധ്യാപകനെ ഇതെല്ലാം കൂടിച്ചേർന്ന ഒരൊറ്റ വ്യക്തിത്വത്തിനെ നമ്മുടെ നാടകവേദിയിൽ എവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക? എങ്ങനെയാണത് മനസ്സിലാക്കുക? 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി, 40കളുടെ രണ്ടാം പകുതിയിൽ ആരംഭിക്കുന്ന, 1940കളുടെ രണ്ടാം പകുതിയിൽ ആരംഭിക്കുന്ന ആധുനികതയുടെ ഒരു അന്വേഷണം മലയാള നാടകത്തിൽ നടക്കുന്നുണ്ട്. അത് എൻ കൃഷ്ണപിള്ള സാറിൻ്റെ നാടകങ്ങളിൽ തുടങ്ങുന്നതാണ് ആ ആധുനികതയെ പറ്റിയുള്ള അന്വേഷണം. പിന്നെ CJ തോമസിൻ്റെ നാടകങ്ങൾ വരുന്നുണ്ട്, CN ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങൾ വരുന്നുണ്ട്. 1960കളാവുമ്പോൾ CJ നമ്മളെ വിട്ടുപിരിയുന്നുണ്ട്. 1967 ആദ്യത്തെ നാടകക്കളരി നടക്കുമ്പോൾ CJ ജീവിച്ചിരിപ്പില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അന്ന് CJ ജീവിച്ചിരുന്നെങ്കിൽ ഈ നാടകക്കളരിയുടെക്ക് വേറൊരു ഡയമെൻഷൻ ഉണ്ടാകുമെന്ന് ഞാൻ ചിലപ്പം ആലോചിച്ച് പോകാറുണ്ട്. ഒരു സാന്ദർഭികമായിട്ട് ഞാൻ CJയെ പറ്റി ഇവിടെ ചിന്തിക്കുന്നതാണ്. കാരണം അങ്ങനെ ആ ഓർമ്മപ്പെടുത്തലില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അരങ്ങിനെപ്പറ്റി, കലയെപ്പറ്റി, ദൃശ്യത്തിനെപ്പറ്റി, സാഹിത്യത്തിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ഒറ്റയ്ക്ക് നടക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു CJയുടെ നാടകങ്ങളിലെല്ലാം തന്നെ ഒറ്റയ്ക്ക് നടന്ന ഒരു ഒറ്റയാൻ്റെ ആ വഴിത്താരകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. CN ശ്രീകണ്ഠൻ നായർ നാടകവേദിയെ തനത് നാടകവേദിയെന്നും നാടകക്കളരി എന്നുമുള്ള സങ്കല്പങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ട് CN ശ്രീകണ്ഠൻ നായർ വരുന്നുണ്ട്. എൻ കൃഷ്ണപിള്ള സാറിൽ തുടങ്ങിയിട്ട് വരുന്ന പരിണാമങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം മലയാള നാടകവേദിയുടെ ഊർജപ്രവാഹങ്ങളാണ്. പക്ഷേ ഈ ഊർജപ്രവാഹങ്ങളെല്ലാം ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു ബിന്ദുവിലാണ് ശങ്കരപ്പിള്ള സാറിനെ നാം മനസ്സിലാക്കുന്നത്. കാരണം തന്നോടൊപ്പമോ തനിക്ക് മുമ്പോ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ, അവർ വെട്ടിത്തുറന്ന ധാരകളെന്തോ, ആ ധാരകളെല്ലാം വന്ന് ഒരു അഴിമുഖം പോലെ വന്ന് സന്ധിക്കുന്ന ഒരു സന്ധി ഉണ്ടെങ്കിൽ അതാണ് ശങ്കരപ്പിള്ള. ജി ശങ്കരപ്പിള്ളയിൽ നോക്കിയാൽ ഇത് മുഴുവൻ കാണാം. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത് അദ്ദേഹം വലിയൊരു അധ്യാപകനായിരുന്നു. കൃഷ്ണപിള്ള സാറിനെ പോലെ വലിയൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. കൃഷ്ണപിള്ള സാറിൻ്റെ വിദ്യാർത്ഥിയായിരുന്നല്ലോ. അതുപോലെ CJയോ CN ശ്രീകണ്ഠൻ നായരോ മലയാള നാടകവേദിയിൽ തുടങ്ങിവെച്ച ചില അന്വേഷണങ്ങളുടെ ഏറ്റവും സമൂർത്തമായിട്ടുള്ള ഒരു ഭാവം നമ്മൾ കാണുന്നത് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളിലാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പുസ്തകത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാറിൻ്റെ നാടകങ്ങളുടെ ഇതിലെ ഒരു ലേഖനത്തിൽ, എൻ്റെ ലേഖനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു നാടകത്തിൻ്റെ ദാർശനിക തലം എന്തായിരുന്നു എന്നുള്ളത്. നേരത്തെ ഞാൻ ഈ പ്രഭാഷണം തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച അശാന്തമായ ഒരു യാത്രയുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ്, സന്ദർഭങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ മുഴുവൻ കാണുന്നത്. പക്ഷേ വളരെ വ്യക്തമായി പൂജാമുറി മുതൽ കറുത്ത ദൈവത്തെ തേടി എന്ന് പറയുന്ന നാടകത്തിലെത്തുന്നതിനും അതിനിടയ്ക്ക് ഭരതവാക്യം എന്ന് പറയുന്ന ഒരു നാടകം, ഈ 3 നാടകങ്ങളാണ് സാറിൻ്റെ ഏറ്റവും ഗംഭീരമായ രചനകളെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഏത് വലിയ സാഹിത്യകാരനും ഷേക്സ്പിയർ ആകെപ്പാടെ 38 നാടകങ്ങളാണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് എണ്ണം വെച്ച് കമ്പയർ ചെയ്യല്ല, എണ്ണം വളരെ പ്രധാനമാണ്. 38 നാടകങ്ങളാണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. ശങ്കരപ്പിള്ള സാർ എഴുതിയിട്ടുള്ളത് 85 നാടകങ്ങളാണ്.
അതിൽ 23 മുഴുനീളൻ നാടകങ്ങൾ, 51 ഏകാംഗങ്ങൾ, കുട്ടികളുടെ നാടകങ്ങൾ 11. ഇത് മൊത്തം ചേർത്തിട്ട് 58 നാടകങ്ങളാണ്. ഇത് വലിയൊരു വിസ്തൃതമായ ഒരു സാഹിത്യ സാമ്രാജ്യമാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് പോയത്. ഈ ഓരോ നാടകങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് കാണാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു ഭാരതീയ നാടകകൃത്ത് ഭാസനാണ്. ഭാസൻ്റെ 13 നാടകങ്ങളുടെ ഘടന ഒരെണ്ണം പോലും മറ്റൊന്നതുപോലെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് എങ്ങനെ ഒരു നാടകകൃത്ത് കൂടിയായ ഞാൻ വളരെയധികം വിനീതനാവുകയും ഇല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് തോന്നുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ പൂർവ്വസൂരികളായിട്ടുള്ള എഴുത്തുകാരുള്ളത്. അതിൽ ഭാരതീയനായ ഒരു നാടകകൃത്തിനോട് എപ്പോഴെങ്കിലും ഞാൻ നമ്രശിരസ്കനായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഭാസൻ്റെ 13 നാടകങ്ങളുടെ മുമ്പിലാണ്. അതുപോലെ മറ്റൊരു നാടകകൃത്തിനെ നമ്മൾ കാണുന്നത് ശങ്കരപ്പിള്ള സാറാണ്. ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളുടെ ഘടന നമ്മൾ കൃത്യമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ നാടകങ്ങളിലും ഒരു പരീക്ഷണത്തിൻ്റെ ബീജാഭാവം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലുണ്ടായ അതിനു മുന്നിലുണ്ടായ അതിശക്തമായ ഊർജ്ജപ്രവാഹങ്ങളുടെ ഒരു സാന്ദ്രമായ ഒരു സന്ദർഭമായിട്ട് ശങ്കരപ്പിള്ള സാറ് മാറുന്നത്. ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളെ ഒരു 3 ഘട്ടങ്ങളായിട്ട്, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്സൻ്റെ നാടകങ്ങൾ എടുത്താൽ തന്നെ ഒരു 2-3 നാടകങ്ങളായിരിക്കും നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ നാടകങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഞാൻ പൂജാമുറിയും ഭരതവാക്യവും കറുത്ത ദൈവത്തെ തേടിയും അദ്ദേഹത്തിൻ്റെ വലിയ നാടകങ്ങൾ, ശ്രദ്ധേയമായ നാടകങ്ങൾ, കറയറ്റ ശില്പങ്ങളുള്ള നാടകങ്ങളെന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെക്കുന്നു. പക്ഷെ അതിൽ കാണുന്ന ഒരു 3 തലങ്ങളുണ്ട്. ആ നാടകത്തിൽ 3 ആശയലോകങ്ങളുണ്ട്. അത് ദൃശ്യകേന്ദ്രീകൃതമായ പാശ്ചാത്യ നാടക സംസ്കാരത്തിൽ നിന്നും വിട്ടുമാറാനുള്ള ഒരു ശ്രമമാണ് അതിൽ വരുന്ന ഏറ്റവും വലിയ ഒരു ധാര എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രേക്ഷക പങ്കാളിത്തത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു നാടക അനുഭവം. നാടകം സംഭവിക്കുന്നത് അരങ്ങിലല്ലെന്നും അത് പ്രേക്ഷകനും നടനും തമ്മിലുള്ള സംവാദത്തിൻ്റെ ഒരു സംവാദത്തിലൂടെ ഉയർന്നു വരുന്ന ഒരു അനുഭവമാണെന്നും, കാടായാലും കൈലാസമായിരുന്നാലും അത് സംഭവിക്കുന്നത് ഈ പ്രേക്ഷക പങ്കാളിത്തത്തിലാണെന്നും വിശ്വസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു തലമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു തലമെന്ന് പറയുന്നത് രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാടക ദർശനമാണ് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ഒരു രാഷ്ട്രീയ അധിഷ്ഠിതമായ ഒരു ദർശനമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് വളരെ വിശാലമായ ഒരർത്ഥത്തിലാണ്. സാർ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട്, പ്രത്യയശാസ്ത്രപരതയുടെ ഭാഗമായിട്ട് നാടകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ആളല്ല. അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ പോലും സാറിൻ്റെ നാടകങ്ങളുടെ അന്തർധാര എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദർശനമാണ്. അതെന്താണത്? ഈ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള ലാവണ്യശാസ്ത്രത്തിൻ്റെയും കലയുടെയും ഒക്കെ തന്നെ പാശ്ചാത്യമായിട്ടുള്ള വലിയ ഒരു സ്വാധീനത്തിൽ നിന്നും നമ്മൾ മലയാള നാടകത്തിനെ വേർതിരിച്ചെടുക്കാനുള്ള അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമമാണ്. പോസ്റ്റ് കൊളോണിയലെന്നോ ഒക്കെ പറയാവുന്നുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഭാരതീയമെന്ന് പറയുമ്പോൾ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട നാടക സംസ്കാരങ്ങളെ, അത് പടയണിയായിരുന്നാലും ആഢ്യകലാരൂപങ്ങളെന്ന് നമ്മൾ പറയുന്ന കഥകളിയും കൂടിയാട്ടമായിരുന്നാലും മുടിയേറ്റായിരുന്നാലും ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട കലാരൂപങ്ങൾ, ഈ കലാരൂപങ്ങളെല്ലാം തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് പാശ്ചാത്യ നാടകവേദിയുടെ ഒരു സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാറിൻ്റെ നാടകങ്ങളുടെ ഒരു ദാർശനിക തലം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ 23 ലേഖനങ്ങളാണ്. ഒരുപക്ഷെ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഒരു നാടക ഒരാളിനെ ഓർമ്മപ്പെടുത്തുന്ന, ശങ്കരപ്പിള്ള സാറിനെ ഓർമ്മിച്ചുകൊണ്ട് ഒരു ഗുരുദക്ഷിണ പോലെ രാധാകൃഷ്ണൻ സാറ് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ഇതൊരു ഗുരുദക്ഷിണയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുരുദക്ഷിണയാണ്, ഇതൊരു വലിയ ഗുരുദക്ഷിണയാണ്, ഒരു ബൃഹത്തായ ഒരു ഗ്രന്ഥമാണിത്. 500-ഓളം പേജുകൾ വരുന്ന ഒരു ഗ്രന്ഥമാണിത്. അതിൽ ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട്. ഇതിൽ 2 തരത്തിൽ നേരത്തെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, എൻ്റെ നേതൃത്വത്തിൽ രംഗപ്രഭാതിൽ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു വർഷത്തോളം നിന്ന
ഈ സിമ്പോസിയത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ലേഖനങ്ങൾ. പിന്നെ രംഗപ്രഭാതിൽ കാലാകാലങ്ങളായിട്ട് ശങ്കരപ്പിള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ശബ്ദലേഖനങ്ങളിൽ നിന്നും എഴുതിയിട്ടുള്ള പിന്നെ ലേഖനങ്ങളാണ്. ഇതെല്ലാം കൂടിച്ചേർന്ന് വരുമ്പോഴത്തേക്കാണ് ഈ കഥയിൽ. ഇതിൽ അടൂർ ഗോപാലകൃഷ്ണനുണ്ട്, TG ചന്ദ്രചൂഡനുണ്ട്. അങ്ങനെ കാലം എന്ന് പറയുന്നത് ശങ്കരപ്പിള്ള സാറിനെ ഓർമ്മിച്ചെടുക്കുന്നതാണ്. വ്യക്തികൾ ഓർമ്മിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നുണ്ട്. ബൈജു ചന്ദ്രനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലും ഒരു ശിഷ്യനായിട്ട് വന്നിട്ടുള്ള ആളല്ല. പക്ഷേ ശങ്കരപ്പിള്ള സാറ് ജീവിച്ചിരുന്ന കാലത്ത് നാടകത്തിലോട് ആർക്കെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പിന്നെ ശിഷ്യന്മാരായിട്ട് മാറുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു. ആ വ്യക്തിപ്രഭാവം അനന്യമായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമായിരുന്നു. അങ്ങനെ ബൈജു ചന്ദ്രൻ ഉൾപ്പെടെ P. ബാലചന്ദ്രൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ശ്രീവത്സൻ, ശ്യാമപ്രസാദ്, ഇങ്ങനെ തുടങ്ങി ഒരു വലിയ നിര ആൾക്കാർ എന്ന് പറയുന്ന കാലം എന്നുള്ള ഖണ്ഡത്തിൽ ഓർമ്മപ്പെടുത്തലുകളും ഓർമ്മകളുമായിട്ട് അവർ വരുന്നുണ്ട്. പിന്നെ കല എന്നുള്ള ഒരു ഖണ്ഡത്തിലാണ് അത് സാറിൻ്റെ നാടകങ്ങളെ പറ്റിയുള്ള ഒരു അവലോകനമാണ്. സാറിൻ്റെ ഇപ്പോൾ ബഷീർ സാറ് അതിനകത്ത് എഴുതിയിട്ടുള്ള ലേഖനം സാറിൻ്റെ സംവിധാന സങ്കല്പത്തിനെ പറ്റിയാണ്. അപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും ഒരു നാടകകൃത്ത് എന്നുള്ള നിലയിലും ജി ശങ്കരപ്പിള്ള എന്തായിരുന്നു എന്ന് വിശകലനം ചെയ്യുന്ന ലേഖനങ്ങളാണ് അതിനകത്ത് വരുന്നത്. അലിയാർ സാറിൻ്റെ നാടകക്കളരി പ്രസ്ഥാനം എന്നുള്ള ഒരിത് വരുന്നുണ്ട്. MM ബഷീർ സാറിൻ്റെ ജി ശങ്കരപ്പിള്ളയുടെ നാടക സങ്കല്പവും സാക്ഷാത്കാരവും എന്ന ഇത് വരുന്നുണ്ട്. ജി ശങ്കരപ്പിള്ളയുടെ ഏകാംഗ നാടകരംഗത്തെ അധികായകൻ എന്ന് പറഞ്ഞിട്ട് ഏകാംഗ നാടകങ്ങളെപ്പറ്റി TM എബ്രഹാം സംസാരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പിന്നെ രാജലക്ഷ്മി ടീച്ചറും പിന്നെ ബിയാട്രീസ് അലക്സിസും ലേഖനങ്ങൾ അതിൽ വരുന്നുണ്ട്. തോമസ് കുട്ടി, RB രാജലക്ഷ്മി, അങ്ങനെ ഒട്ടേറെ ആൾക്കാരാണ് ആ കല എന്നുള്ള ഘട്ടത്തിൽ വരുന്നത്. പിന്നെ ദർശനം എന്നുള്ള ഘട്ടത്തിൽ വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ദാർശനികമായിട്ടുള്ള ഒരു സമീപനം മുന്നോട്ട് വയ്ക്കുന്ന ലേഖനങ്ങളാണ്. അതിൽ അയ്യപ്പ പണിക്കർ സാറിൻ്റെ ആ വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ശങ്കരപ്പിള്ള സാറിന് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ശങ്കരപ്പിള്ള സാറ് കഴിഞ്ഞാൽ അതോ ശങ്കരപ്പിള്ള സാറിനൊപ്പമോ കേരളത്തിലെ കലാരൂപങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ള ഒരൊറ്റ വ്യക്തി അയ്യപ്പ പണിക്കർ സാറാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള രംഗകലകളെ പറ്റിയുള്ള, അയ്യപ്പ പണിക്കർ സാർ എഴുതിയിട്ടുള്ള രംഗകലകളെ പറ്റിയുള്ള ലേഖനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു കവി, വളരെ പ്രശസ്തനായ ഒരു കവി, നിരൂപകൻ രംഗകലയിൽ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്രത്തോളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശങ്കരപ്പിള്ള സാറിൻ്റെ ജി ശങ്കരപ്പിള്ളയുടെ നാടകങ്ങളിലെ ദുരന്തരസം എന്ന് പറയുന്ന ശങ്കരപ്പിള്ള സാറിൻ്റെ അയ്യപ്പ പണിക്കർ സാറിൻ്റെ ഒരു ലേഖനം നമ്മൾ പുനർപ്രകാശിക്കുന്നുണ്ട്. കുമാരപിള്ള സാറ് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ലേഖനം കുമാരപിള്ള സാറിൻ്റെ, ശങ്കരപ്പിള്ള സാറിനെ ഓർമ്മിച്ചുകൊണ്ട് കുമാരപിള്ള സാർ നടത്തുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു ലേഖനം. അത് ഞാൻ 2-3 പ്രാവശ്യം വീണ്ടും വായിച്ചു, എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല. അതിലെ ഒരു കുമാരപിള്ള സാറിൻ്റെ ശങ്കരപ്പിള്ള സാറിനെ ഓർമ്മിപ്പിക്കുന്ന രീതി കൊണ്ട് അത് ഞാൻ വീണ്ടും വായിച്ച ഒരു ലേഖനമാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്പ്യാറുണ്ട്, VR പ്രബോധചന്ദ്രൻ നായരുണ്ട്. അങ്ങനെയാണ് ഈ നാടകങ്ങൾ. ഈ നോട്ട് ബട്ട് ലീസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം, ഓർമ്മ പുസ്തകത്തിന് ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ഗീത ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതും ഞാൻ ആവർത്തിച്ച് വായിച്ചതാണ്. പക്ഷേ അത് വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ വളരെയധികം വികാരാധീനനായിട്ടുണ്ട് ഞാൻ. ഗീത ഓർമ്മ പുസ്തകത്തിന് ഒരു ഓർമ്മക്കുറിപ്പെന്ന് പറഞ്ഞ് ഗീത അത് എഴുതുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ നാടക ജീവിതത്തിലെ ഒരു ധന്യമായിട്ടുള്ള ഒരു നിമിഷത്തിനെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു നിയോഗം പോലെ എൻ്റെ കയ്യിൽ വന്നത്, ആ ഒരു നിയോഗത്തിനെ എൻ്റെ കൂടെ നിന്ന് ഗീതയും രംഗപ്രഭാതും ഈ ശങ്കരപ്പിള്ള സാറിൻ്റെ പേരിലുള്ള പെർഫോമിംഗ് ആർട്സ് സെൻറ്ററും റിസർച്ച് സെൻറ്ററും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പിന്നെ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയെ നയിച്ചു കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഈ ഒരു സന്ദർഭം ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ധന്യനായി എന്ന് എനിക്ക് തോന്നുന്ന ഒരു നിമിഷമാണ്. ഈ പുസ്തകം നിങ്ങളെല്ലാവരും തന്നെ വാങ്ങണം, വായിക്കണം. ജി ശങ്കരപ്പിള്ളയെ വേറൊരർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ജി ശങ്കരപിള്ള കാലം കല ദർശനം എന്ന ഈ പുസ്തകം സ്വരുക്കൂട്ടുന്നതിൽ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് അതിലൂടെയുള്ള അനുഭവ പാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന ഡോക്ടർ ശ്രീനാഥ് സാർ വളരെയധികം നന്ദി. ഇനി ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ എം ബഷീർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സാഹിത്യകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ എസ് ആർ ലാൽ സാറിനെയും ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് SMB സ്കൂളിലും യൂണിവേഴ്സിറ്റി കോളേജിലുമൊക്കെ പഠിച്ച് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കണമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ എങ്ങനെയോ ഞാൻ കഴിഞ്ഞ എത്രയോ വർഷമായി കോഴിക്കോട്ട് അകപ്പെട്ടു പോയി. കോഴിക്കോട്ട് നിന്ന് വരുന്ന അവിടെ സ്ഥിരമായി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ അവിടുത്തെ ആൾക്കാർ മീറ്റിങ്ങിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 4 മണി മുതൽ 8 മണി വരെ. ആർക്കും എന്തും പറയാം. ഇവർ കേട്ടുകൊണ്ടിരിക്കും, സഹിക്കും. ഇവിടെ നിങ്ങളുടെ സമയം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 8 മണിയാണ് ഞങ്ങളുടെ കോഴിക്കോട് സമയം. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യനാണെന്ന് പറയാൻ വയ്യ. ഞാൻ അയാളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അയാൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രീനാഥ് അയാളെ വീട്ടിൽ പോയി ഞാനും എൻ്റെ ഭാര്യയെ എത്രയോ ദിവസം താമസിച്ചിട്ടുണ്ട്. എൻ്റെ നടുവിന് ചവിട്ടി ഒഴിഞ്ഞിട്ടുണ്ട് ഇയാൾ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ശങ്കരപിള്ള സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് കൊച്ചുനാരായണ പിള്ള എന്ന് പറയുന്ന ആ മനുഷ്യനെയാണ്. കൊച്ചുനാരായണ പിള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കി ശങ്കരപിള്ള സാറിനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കി പറയാം. അധ്യാപകർ സമയത്തിനനുസരിച്ച് ചുരുക്കണമല്ലോ. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കിട്ടുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം 5-6 പേരുണ്ട്. 5 മിനിറ്റ് വീതമെങ്കിലും ഓരോരുത്തർക്കും പറയാൻ അവസരം ഉണ്ടാകണമല്ലോ. 1962 ഞാൻ BA പഠിക്കുന്ന കാലത്താണ് ശങ്കരപിള്ള സാറും ഗോപിയും ചിറയൻകീഴിൽ നിന്ന് പ്രസാധന ലിറ്റിൽ തിയേറ്റേഴ്സുമായി തിരുവനന്തപുരത്ത് എത്തുന്നത്. അവരുടെ ഒരുപാട് നാടകങ്ങളിങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന കാലത്താണ്. എനിക്ക് നാടകത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരുടെ ട്രൂപ്പിലൊന്നും ചേർന്നില്ലെങ്കിലും ശങ്കരപിള്ള സാറിൻ്റെ പല നാടകങ്ങളുടെയും പ്രോംപ്റ്ററായിട്ട് ഞാൻ ബാക്കിൽ നിൽക്കാറുണ്ടായിരുന്നു. പ്രോംപ്റ്ററായിരുന്നു. നല്ലൊരു കഥാപാത്രമാണ് പ്രോംപ്റ്ററെ കുറിച്ച് പല നാടകങ്ങളുമുണ്ട്. അതൊക്കെ പിന്നൊരു അവസരത്തിലാകാം. ഞാൻ ശങ്കരപിള്ള സാറിൻ്റെ 1978 ഞാനിവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നത് വരെ അവതരിപ്പിച്ച എല്ലാ നാടകങ്ങളും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പൂജാമുറി, ശരശയ്യ, ബന്ദി,
പിന്നെ കറുത്ത ദൈവത്തെ തേടി, ഭരതവാക്യം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അന്ന് കെ ബാലകൃഷ്ണൻ്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന വീക്കിലിയിൽ, കൗമുദി വീക്കിലിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ എഴുതിയിട്ടുണ്ട്. അവസാനം എഴുതിയ ഒരു നാടകത്തെക്കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാൻ നോക്കാം. ആ ഭരതവാക്യം ഒരു നടൻ്റെ അവസാനത്തെ നിമിഷങ്ങളാണ്, ജീവിതത്തിൻ്റെ അന്ത്യമാണ്. ചെക്കോവ് ഒരു നാടകം എഴുതിയിട്ടുണ്ട്, സ്വാൻ സോങ് എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ആരോ അല്ല, അയ്യപ്പ പണിക്കര് സാറാണ് എന്നോട് അത് വായിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തന്നിരുന്നു. ഈ സ്വാൻ സോങ്ങുമായിട്ട് ഈ ഭരതവാക്യത്തിന് സാമ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കത് മനസ്സിൽ തോന്നി, അടുത്ത ദിവസം കൗമുദിക്ക് എഴുതി കൊടുക്കണം. ഞാൻ സാറിന് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു നാടകം ഉണ്ടല്ലോ, സാറ് വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു ശങ്കരപ്പിള്ള സാറ്, അല്ലെങ്കിൽ പറയുമായിരുന്നില്ല. സ്വാൻ സോങ് എന്ന നാടകവും ഭരതവാക്യവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് എഴുതണം ബഷീർ, എഴുതാതെ വിട്ടുകളയുന്ന എന്തിനാ. അപ്പം ഞാനന്ന് ചെറുപ്പമാണ്, അപ്പോൾ ഞാൻ സാറിനെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് എഴുതാതെ വിടാമെന്ന് വിചാരിച്ച് സാറ് പറഞ്ഞ് എഴുതണം. അതാണ് ഒരു മനുഷ്യൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവസാനത്തെ അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാം. എന്തൊരു കഷ്ടമാണ്, 4 മണിക്ക് തുടങ്ങിക്കൂടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ആൾക്കാരെല്ലാം പോകണ്ടേ വീട്ടിൽ. ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. എന്നെ കാത്ത് എൻ്റെ അനിയനും കുടുംബവും ഹോട്ടലിൽ വന്നിരിക്കുകയാണ് കാണാൻ. അപ്പോഴാണ് ഈ ദുഷ്ടൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവസാനം മരിക്കുന്നതിന് 15 ദിവസം മുമ്പ്, അതോടെ പറഞ്ഞു നിർത്താം, എനിക്കിങ്ങനെ ഓർമ്മകൾ വരികയാണ്. ശങ്കരപ്പിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ഓർമ്മകളുണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്, ധാരാളം സംവാദങ്ങളുണ്ട്. സാറ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ തൃശ്ശൂരുള്ള ഡ്രാമ സ്കൂളിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് ആദ്യം വന്ന് ജോയിൻ ചെയ്തത്. ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലാണ് കോഴിക്കോട്. മാസത്തിലൊരിക്കൽ വരും, എൻ്റെ മുറിയിൽ വന്നിരിക്കും. അവിടെ ഒരു ചാരുകസേരയുണ്ട്, അതിൽ കിടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചാൻസലറെ കാണാൻ സമയം ചോദിക്കുക. കാരണം രാവിലെ വന്ന ഉച്ചവരെ ഊണും കഴിക്കുന്ന സമയം വരെ സംസാരിച്ചിരിക്കും ഞങ്ങൾ. അവസാനം വന്ന് എന്നോട് പറഞ്ഞു, അപ്പോഴേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ലീവെടുത്ത് മഹാത്മാഗാന്ധി കോളേജിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ചേർന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറയുകയാണ്, ബഷീറെ മതിയായി, ഞാൻ അത് നിർത്തിയിട്ട് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തൊരു വീട് വാങ്ങാൻ പോവുകയാണ്. വാങ്ങിയോ? ഇല്ല, വാങ്ങിയില്ല, വാങ്ങാൻ സമയം കിട്ടിയില്ല. വാങ്ങാൻ പോവുകയാണ്. എനിക്ക് അവിടെ ചെന്നിരുന്ന് ഒരുപാട് നാടകങ്ങൾ എഴുതണം. അതിനു വേണ്ടി സമയം കിട്ടാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് മതിയായി, എനിക്കൊരു സ്വസ്ഥതയുമില്ല, സമാധാനമില്ല. എനിക്ക് എഴുതി തീർക്കാനുള്ളത് മുഴുവനും എഴുതി തീർക്കണം. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചാൻസലറെ കണ്ടു, തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ കാര്യങ്ങളൊക്കെ ആകെ തകരാറിലായി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് കിട്ടാതെ പോയി. ഇടയ്ക്ക് ലീവെടുത്തു. ഇടയ്ക്ക് ലണ്ടനിൽ പഠിക്കാൻ വേണ്ടി നാടകത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ പോയി. അങ്ങനെയൊക്കെ ഈ സർവീസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വൈസ് ചാൻസലറെ അറിയിച്ച് എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെ തിക്കോടിയൻ, പിന്നെ കൊടുങ്ങല്ലൂർ,
പിന്നെ സത്യനല്ലല്ലോ, രാമചന്ദ്രൻ മൊകേരി തുടങ്ങിയ ആൾക്കാർ കാത്തിരിക്കുന്നു. ഞങ്ങൾ കാണുന്നു, സംസാരിക്കുന്നു. രാത്രി മുഴുവനും അവരിയ്ക്കുന്നു. ഞാനൊരു 8 മണിയായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ കാണുന്നു. അങ്ങനെ തിരിച്ചു പോന്നിട്ടാണ് 14-ാമത്തെ ദിവസമാണ് ശങ്കരപ്പിള്ള സാറ് മരിക്കുന്നത്. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറ് അവിടെ കോഴിക്കോട്ടാണ് കേരള കവിത അച്ചടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കോഴിക്കോട്ടായതുകൊണ്ട് കേരള കവിതയുടെ അച്ചടി കോഴിക്കോട്ടേക്ക് മാറ്റി 1989 ജനുവരി 1-ാം തീയതി അല്ലേ? അതെ, എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. സാറ് വിളിച്ച് പറഞ്ഞു, ഇത്തവണത്തെ കേരള കവിത ശങ്കരപ്പിള്ളയ്ക്ക് വേണ്ടിയാണ്, ഒരു പേജ് അതിൽ ചേർക്കണം. അപ്പോഴേക്ക് അച്ചടിച്ച് കഴിഞ്ഞു, കെട്ടിക്കഴിഞ്ഞു. എല്ലാ കെട്ടും പൊളിച്ചിട്ട് മാതൃഭൂമി അച്ചടിക്കാരോട് ഞാൻ പറഞ്ഞു, എന്തായാലും അത് ഒരു പേജ് അതിനകത്ത് ചേർത്തേ പറ്റുള്ളൂ. ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു വാക്യം പണിക്കർ സാറ് എഴുതി അയച്ചത് അതിൽ ചേർത്തൊരു പേജ് കൂടി അകത്തേക്ക് ചേർത്ത് ബൈൻഡ് ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശങ്കരപ്പിള്ള സാറിൻ്റെ പല നാടകങ്ങളെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ 8 മണി അടുക്കാറായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. കോഴിക്കോട്ടുകാരാണെങ്കിൽ ഇരിക്കില്ല, ഇറങ്ങിപ്പോകും. നമസ്കാരം. മലയാള നാടകത്തിലെ അമരപ്രഭാവനായ ജി ശങ്കരപ്പിള്ള സാറുമായുള്ള സംവാദങ്ങൾ, സംഭാഷണങ്ങൾ, അതെല്ലാം ഓർമ്മിപ്പിച്ചു തന്ന ബഷീർ സാറിന് വളരെയേറെ നന്ദി. ജി ശങ്കരപ്പിള്ള കാലം, കല, ദർശനം എന്ന പുസ്തകം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കഥാകാരൻ, നോവലിസ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ജേതാവൊക്കെയായ ശ്രീ SR ലാൽ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്ത് ഇപ്പോൾ നിയമസഭയുടെ പുസ്തകോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുന്ന ബൈജു ചേട്ടനും ശശി സാറും ഒക്കെ പല വേദികളിൽ പുസ്തകങ്ങൾ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അവിടെ കണ്ടൊരു പ്രത്യേകത, ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് കിട്ടുന്ന സമയം 25 മിനിറ്റാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലൊരു ക്ലോക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു രസകരമായൊരു സംഭവം, ഇങ്ങനെ വേദിയിൽ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പ്രശസ്തനായൊരു മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദസ്സിൽ നിന്നും സ്റ്റേജിൻ്റെ ചുമതലയുള്ള ആൾ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സമയം കഴിഞ്ഞു. അദ്ദേഹം സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളിനെ കുറച്ചു നേരം നിർനിമേഷനായി നോക്കി നിന്നിട്ട് പറഞ്ഞു, കാലൻ വന്നു. സമയം കൊണ്ടുപോകുന്ന മനുഷ്യൻ്റെ സമയത്തെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ സമയത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു സന്ദർഭം കൂടി ഓർക്കുകയാണ്. ഞങ്ങളിനി 4 പേര് ഇനിയും സംസാരിക്കാനുണ്ട്. ബഷീർ സാറിൻ്റെ സമയം അനുസരിച്ച് സമയം കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കുറച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മളിവിടെ നിന്ന് സംസാരിച്ച് പോയ ബഷീർ സാറ് മലയാള സാഹിത്യത്തിന് ചെയ്ത വലിയൊരു സേവനമുണ്ട്. അത് മലയാളത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളൊരു കൃതി വരുന്നതിന് കാരണക്കാരനായത് ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിച്ച ബഷീർ സാറായിരുന്നു. 1980കളിൽ കോഴിക്കോട്ട് ഏറ്റവും ആദരണീയനായ മരിച്ചുപോയ MT വാസുദേവൻ നായർ ഒരു പുസ്തക പ്രസാധകശാല തുടങ്ങി. ക്ലാസിക് ബുക്സ് എന്നായിരുന്നു അതിൻ്റെ പേര്.
തുടക്കത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരു മനുഷ്യൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു കൃതി വരണമെന്ന് അവരാഗ്രഹിച്ചു. അങ്ങനെ ബഷീർ സാറിനെ MT കണ്ടിട്ട് പറഞ്ഞു, നമുക്കൊരു എഴുത്തുകാരനെ കണ്ടുപിടിക്കണം. അപ്പോൾ ബഷീർ സാർ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. പെട്ടിയുടെ അത്രയും തന്നെ, ട്രങ്ക് പെട്ടി എന്ന് പറയുന്ന പെട്ടിയാണ്. അതിൻ്റെ അകത്ത് അത്രയും തന്നെ വലിപ്പമുള്ളൊരു പൂട്ടുമുണ്ട്. പക്ഷേ പൂട്ടിൻ്റെ താക്കോൽ കാണാനില്ല. പൂട്ട് പൊട്ടിക്കാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൻ്റെ താക്കോല് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ബഷീർ സാർ അത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറേ കടലാസുകളാണ്. കടലാസിൽ കുറച്ച് പ്രേമലേഖനങ്ങളൊക്കെ ഉള്ള ഒരു ലേഖനം പോലെ എഴുതിയ, ഒരു പുസ്തകം പോലെ എഴുതിയ, കുറേ നോട്ട് ബുക്കിൽ എഴുതിയ പേപ്പറുകൾ. അങ്ങനെ ബഷീർ സാർ പറഞ്ഞു, ഞാനിത് കൊണ്ടുപോയി പകർത്തിക്കൊണ്ടുവരാം എന്ന് പറയും. അങ്ങനെ അത് കൊണ്ടുപോയി ബഷീർ MTയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ MT പറഞ്ഞു, ഇതാണ് നമ്മുടെ ആദ്യത്തെ പുസ്തകം. ബഷീർ സാറ് പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കുമെന്നാണ്, സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ ബഷീർ സാറ് ചെന്നിട്ട് സാക്ഷാൽ മുഹമ്മദ് ബഷീർ, നമ്മുടെ ബഷീർ, പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബഷീറിനോട് പറഞ്ഞു, ഇത് MT പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ബഷീർ പറഞ്ഞു, ബഷീറിന് ശാലം ഭ്രാന്തൊക്കെ ഉള്ളൊരു സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെയും കൊല്ലും, MTയെയും കൊല്ലും, വാസുവിനെയും കൊല്ലുമെന്ന് പറയും. അനുനയിപ്പിച്ച് MTയോട് MT എഡിറ്റ് ചെയ്താൽ ഈ പുസ്തകം ഏറ്റവും മനോഹരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കി കൂടി എഴുതിച്ചിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. അതിന് കാരണക്കാരനായ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട ശ്രീനാഥ് മാഷിൻ്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിച്ചത് എന്നുള്ളത് ഈ പുസ്തകത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്നായിട്ട് ഞാൻ തീർച്ചയായിട്ടും കണക്കാക്കുന്നു. അത്രയും നല്ലൊരു കൈയാണ്. അതായത് ഒറ്റ എഡിഷനിൽ 3000 കോപ്പികളാണ് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ വിറ്റുപോയി. ഒറ്റ എഡിഷനിൽ 3000 കോപ്പികളാണ് അച്ചടിച്ചത്. അത്രയും നല്ലൊരു കൈ കൊണ്ട് പ്രകാശിപ്പിച്ച പുസ്തകം. മലയാളത്തിലെ ഏറ്റവും ജി ശങ്കരപ്പിള്ള സാറിനെ സ്നേഹിക്കുന്ന നാടക പ്രവർത്തകരുടെ എല്ലാം അനുവാദത്തോടുകൂടി ഞാൻ ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ വലിയ കാറ്റുകൾ കടന്നു പോകുമ്പോഴത്തേക്ക് അത് ചെറിയ പുൽക്കൊടികളെയൊക്കെ സ്പർശിച്ചു പോകും. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ, പരപ്പങ്കോട് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ, അവിടുത്തെ സ്കൂളിൻ്റെ 50ാം വാർഷികത്തിൽ ഒരു നാടകം കളിക്കുകയുണ്ടായി. ആ നാടകം സംവിധാനം ചെയ്തത് ആലന്തറ ജി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. ആ നാടകത്തിൽ നിഴൽ എന്ന് പറയുന്ന ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകം കളിക്കുമ്പോൾ അതിൻ്റെ ഭടൻ വേഷം ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ചെറിയ അദ്ദേഹം അങ്ങനെ വലിയൊരു മഹാമേരുവിൻ്റെ ഒരു സ്പർശം എന്നെ തൊട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വിനയത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ആ സ്പർശം ഇന്ന് വീണ്ടും ഈ പുസ്തകത്തിലൂടെ ഞാൻ അനുഭവിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ലാൽ സാർ. ജി ശങ്കരപ്പിള്ള സാറിനെ കുറിച്ച് സ്മൃതി ഭാഷണം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ക്ഷണിക്കുന്നു. വേദിയിലെ ഗുരുതുല്യരെ, സദസ്സിലെ സമാരാധ്യരെ, പ്രിയപ്പെട്ടവരെ, ശങ്കരപ്പിള്ള സാറിനെ കുറിച്ചിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തെ തൊട്ടറിഞ്ഞ ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കേട്ടു. ഇതിൽ കൂടുതൽ പറയുന്നത് അധിക പ്രസംഗമാകും, വൈകിയ വേളയാണ്. മലയാള നാടകവേദിയെ അന്തർദേശീയ തലത്തിലുള്ള നാടകങ്ങളുടെ അനുരണനങ്ങളുമായി ചേർത്ത് പിടിച്ച് പുരോഗമനപരമായ കാഴ്ചപ്പാടിലൂടെ മലയാള നാടകവേദിക്ക് രംഗഭാഷയ്ക്ക്, അരങ്ങുഭാഷയ്ക്ക് കാലം മറക്കാത്ത രീതിയിൽ അതിനെ കൊത്തിവെച്ച പെരുന്തച്ഛനാണ് ജി ശങ്കരപ്പിള്ള എന്ന് നമുക്കറിയാം. ശങ്കരപ്പിള്ള സാറിൻ്റെ കലാ ദർശനം എന്നൊക്കെ വെച്ചുള്ളൊരു പുസ്തകം ഇവിടെ ഇറങ്ങുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ, സർഗസംഭാവനകൾക്ക് നമ്മൾ അടിവരയിടുകയാണ് ചെയ്യുന്നത്. അത് മലയാള നാടകവേദിയുടെയും ഇന്ത്യൻ നാടകവേദിയുടെയും ലോക നാടകവേദിയിലും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ സംഭാവനകൾ നൽകുന്ന ശ്രീനാഥേട്ടനെ പോലെയുള്ള ഒരാളുടെ എഡിറ്റിങ്ങിൽ, രംഗപ്രഭാതിനെ പോലെ
ജി ശങ്കരപ്പിള്ളയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നാടക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലൊരു പുസ്തകം ഇറങ്ങുമ്പോൾ അതിന് ഒരുപാട് അർത്ഥാന്തരങ്ങളുണ്ട്. ഒരു വലിയ ഒരു പഠന ഗ്രന്ഥമാണ് അത് എന്നുള്ളത് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അറിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട വേണുവേട്ടനെ പോലെയുള്ള ദൂരദർശനിൽ പ്രവർത്തിക്കുമ്പോഴും അതുമാത്രമല്ല സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ശങ്കരപ്പിള്ള സാറിനെ അടിമുടി ഗുരു എന്നുള്ള രീതിയിൽ കണ്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളുടെ പ്രായോഗികതയെ മനസ്സിലാക്കിയ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. മുരുകൻ ചേട്ടനായാലും മുരളി മേനോനായാലും കുക്കുചേച്ചി ആയാലും ഇവരൊക്കെ പറയുന്ന ശ്യാമേട്ടനൊക്കെ പറയുന്ന വാക്കുകളിൽ നിന്നാണ് ശങ്കരപ്പിള്ള സാർ എന്ന് പറയുന്ന യുഗപ്രഭാവനായിട്ടുള്ള നാടകകാരനെ ഞാൻ അറിയുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. അതിന് 2 വർഷം മുമ്പേ ശങ്കരപ്പിള്ള സാറ് കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു. പക്ഷേ കൊടും ശൈത്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി, വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അറിവില്ലായ്മയിൽ വളരെ ശൈത്യത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണോ സൂര്യകിരണം വലിയ ആശ്വാസമായി മാറുന്നത് എന്ന പോലെ ലൈബ്രറിയുടെ ഈ പുസ്തകം മണക്കുന്ന സ്കൂൾ ഓഫ് ഡ്രാമയുടെ അലമാരകളിൽ നിന്ന് അത്തരം പുസ്തകങ്ങളെടുത്ത് വലിയ ആർത്തിയോടെ വായിച്ച അറിവുകൾ എനിക്കുണ്ട്. അതുപോലെ എനിക്കിപ്പോൾ ഈ ശങ്കരപ്പിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ പലയിടങ്ങളിലും ശങ്കരപ്പിള്ള സാറിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ വലിയ ആരാധനയോടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള സൗഭാഗ്യമുണ്ട്. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുള്ളത്, ക്രിയയാണ് നാടകം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠനവും ഗവേഷണവും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ദർശനങ്ങളെ നമുക്ക് പറയാനും അതുപോലെ തന്നെ എഴുതി വെക്കാനും ഒക്കെ കഴിയും. അതിനപ്പുറത്ത് നാടകം അരങ്ങിലെത്തുമ്പോൾ അതിന് അത്യധികമായിട്ടുള്ള കഠിനാധ്വാനമുണ്ട്. അതിൻ്റെ ക്രിയയാണ് ടു സീ, കാണുന്ന ഇടമാണ് തിയേറ്റർ. അതുപോലെ തന്നെ ക്രിയാംശത്തെ എത്രമാത്രം ശക്തമായിട്ട് ശങ്കരപ്പിള്ള സാറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രചിത പാഠങ്ങളെ അരങ്ങു ഭാഷയുടെ കനലുകളാക്കി മാറ്റി അരങ്ങിൽ നിന്ന് കഥാപാത്രങ്ങളായി ഉറഞ്ഞാടിയവർ മലയാള നാടകവേദിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അനുഭവങ്ങളെ കൂടി ചേർത്തെടുത്തുകൊണ്ടുള്ള പുസ്തകത്തിന് വലിയ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അത്തരമൊരു ശ്രമം രംഗപ്രഭാതിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ശങ്കരപ്പിള്ള സാറിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ചൂടറിഞ്ഞ ഒട്ടേറെ പേർ കൂടി എഴുതുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾക്ക് കുറേ കൂടി സത്യസന്ധതയുണ്ടാകും. അത് ദർശനങ്ങളെയും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറം നാടകവേദി എന്ന് പറയുന്ന ജനകീയ കലയുടെ ഉള്ളറകളെ തൊട്ടറിയുന്ന ഒന്നാകും. അത്തരം എഴുത്തു ഭാഷകളിലേക്ക് കൂടി രംഗപ്രഭാത് പോകണം. കാണാത്ത ആൾക്കാരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകണം. ശങ്കരപ്പിള്ള സാറ് അത്തരം ഒരു ഇൻക്ലൂസിവിറ്റിയെ ചേർത്ത് കൊണ്ടു നടന്ന ഒരാളാണ്. നാടകകലയിൽ ദൂരെ മാറ്റി നിർത്തുന്ന ആൾക്കാരില്ല, എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് രംഗകലയുടെ സംയുക്തമായിട്ടുള്ള ശക്തിയാണ് ശങ്കരപ്പിള്ള സാറിനെ പോലുള്ളവർ എന്ന് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രായോഗികമായി പഠിച്ചറിഞ്ഞവരുടെ അനുഭവജ്ഞാനം കൂടി ചേർത്ത് വെച്ച് ശ്രീനാഥേട്ടൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ അത്തരം പുസ്തകം ഇറങ്ങുമ്പോൾ അത് മലയാള നാടകവേദിക്ക് കുറേ കൂടി കരുത്ത് പകരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജി ശങ്കരപ്പിള്ള എന്ന യുഗപ്രഭാവനായ സർഗവ്യക്തിത്വത്തിൻ്റെ ചിരസ്മരണകൾക്ക് മുമ്പിൽ പ്രണമിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. സ്നേഹം, നന്മ. വളരെയധികം നന്ദി പ്രമോദ് സാർ. ജി ശങ്കരപ്പിള്ള സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി പ്രമുഖ നാടക പ്രവർത്തകനായ പ്രൊഫസർ അലിയാർ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാന്നിധ്യം മാത്രം മതിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വർത്തമാനം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പലതും പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ബഷീർ സാർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം അറിയാൻ വേണ്ടി കൂടി പറയാമായിരുന്നു. ബഷീർ സാറും അയ്യപ്പപ്പണിക്കർ സാറും ശങ്കരപ്പിള്ള സാറും ഒക്കെ കൂടി ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. അതൊരു വല്ലാത്ത യാദൃശ്ചികതയായിരുന്നു ജീവിതത്തിലെ. ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കുമ്പോഴാണ്, അധ്യാപകനായിരിക്കുമ്പോഴാണ് ശങ്കരപ്പിള്ള സാറിനെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചത്. ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന നാടകം കോളേജിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ പ്രോംപ്റ്ററായിട്ട് അതിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് MA പഠിക്കാൻ വന്നപ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ശാസ്താംകോട്ട കളരി നടക്കുന്ന സമയത്ത് ഞാൻ BA സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. NN പിള്ളയുടെയൊക്കെ വിമർശനങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ആ നാടകത്തെക്കുറിച്ച് അങ്ങനെ അത്രയധികം കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും ഇടപെടാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ കാസർഗോഡ് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനൊരു ലേഖനം എഴുതി കൗമുദി കുങ്കുമ വാരികയിൽ പ്രസിദ്ധീകരിച്ചു. ഉറൂബ ആണെന്ന് പത്രാധിപർ. അന്റോയിൻ അർത്താടിൻ്റെ നാടക സങ്കല്പം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ലേഖനം എൻ്റേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നു.
ഇത് വായിച്ചിട്ടാണ് ശങ്കരപ്പിള്ള സാറ് ഇയാൾ ആരാണ് എന്ന് അന്വേഷിക്കുന്നത്. അതിനു മുമ്പ് ഹർത്താളിനെക്കുറിച്ച് മലയാളത്തിൽ ലേഖനങ്ങളൊന്നും വന്നിട്ടില്ല. ശങ്കരപ്പിള്ള സാർ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ സാറാണ് പറഞ്ഞത് ഇദ്ദേഹം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ഒരു അധ്യാപകനാണ് എന്ന്. പണിക്കർ സാറുമായിട്ട് ബന്ധപ്പെട്ടത് കേരള കവിത ഒരു കന്നഡ മലയാള ആധുനിക കവിത പതിപ്പ് ഇറക്കിയ അവസരത്തിൽ സാറ് കാസർഗോഡ് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി KV തിരുമലേഷ് അവിടെയുണ്ട്. അങ്ങനെയാണ് ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറാണ് പറഞ്ഞത് ഇങ്ങനെ അലിയാർ എന്ന് പറയുന്ന ഒരാൾ കാസർഗോഡ് കോളേജിലാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ആഴ്ച എനിക്കൊരു കത്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കൈയക്ഷരം പരിചയമുള്ള ഒരുപാട് പേരിവിടെ ഉണ്ട്. ചെറിയ അക്ഷരത്തിൽ അതിമനോഹരമായ കാർഡിലാണ് എല്ലാവർക്കും കത്തെഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കത്താണ് എനിക്ക് ലഭിക്കുന്നത്. ഇനി നാട്ടിൽ വരുമ്പോൾ കാണണം എന്ന് പറഞ്ഞു. ഏറ്റവും അടുത്ത സമയത്ത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം നേരത്തെ എഴുതിയിരുന്നു, ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ സാകേതം നാടകം കളിക്കുന്നുണ്ട്, അവിടെ വന്നാൽ കാണാം, വരണം എന്ന് പറഞ്ഞിരുന്നു. ഞാനവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. ടീച്ചർ ഓർക്കുന്നുണ്ടാവും സാകേതം കളിച്ചത് 75 മുമ്പാണ്, 74 എൻ്റെ ഓർമ്മ. ഞാനവിടെ പോയി ശങ്കരപ്പിള്ള സാറിനെ കണ്ടു. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് പോകാൻ വൈകിട്ട് ബസ് പിന്നെ രാത്രിയായാൽ കിട്ടുകയില്ല, പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിലെ നാടകം കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നാടകം കണ്ടിട്ട് രാത്രി ഞാൻ പിന്നെ SN കോളേജ് ഹോസ്റ്റലിൽ പോയി താമസിക്കുകയായിരുന്നു. പിന്നീട് സാറുമായി നിരന്തരമായി ബന്ധപ്പെടേണ്ടി വന്നു. സാറ് പിന്നെ വിടുന്ന പ്രശ്നമില്ല. ഞാൻ സാറിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് പറഞ്ഞത്. നാടകവുമായി ആത്മാർത്ഥമായി ബന്ധപ്പെടുന്ന ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അദ്ദേഹം പിന്നെ വിടുകയില്ല, ശിഷ്യനായി കൂടെ കൂട്ടും. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷേ ശങ്കരപ്പിള്ള സാറിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ഞാനായിരിക്കുമെന്നാണ്. അത് എനിക്ക് മാത്രമല്ല, സാറിൻ്റെ ശിഷ്യർക്കെല്ലാം തോന്നിയിട്ടുണ്ടാവും അതാണ് സാറ്. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഏറ്റവും അടുത്ത ശിഷ്യൻ ഞാനാണെന്ന്. അത്ര ഗാഠമായി നമ്മളെ വിടാതെ ചേർത്ത് പിടിച്ചു കളയും. ഞാനൊരു പുസ്തകം ശങ്കരപ്പിള്ള സാറിൻ്റെ പിന്നെ ശങ്കരപ്പിള്ളയും മലയാള നാടകവും എന്ന പേരിൽ ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിരുന്നു. അത് തീർച്ചയായിട്ടും ഈ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഗുരുദക്ഷിണയായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് അദ്ദേഹത്തിൻ്റെ 12 ശിഷ്യന്മാരുടെ ലേഖനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചു. ആ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ ഇങ്ങോട്ടുണ്ട്. അതിലെ ചില ലേഖനങ്ങൾ വായിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഒരു ചെറിയ സന്ദർഭം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്നാന്തരം പാചകക്കാരനായിരുന്നു എന്ന കാര്യം ശിഷ്യന്മാർക്കെല്ലാം അറിയാം. ഒന്നാന്തരം പാചകക്കാരനാണ്. നിമിഷങ്ങൾ കൊണ്ട് ഒന്നാന്തരം ചോറും കറിയും എല്ലാം ഉണ്ടാക്കി പപ്പടവും കാച്ചി എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അതാണ് സാറിൻ്റെ ഒരു സ്വഭാവം. സാറ് അവിടെ താമസിക്കുന്ന അവസരത്തിൽ അടുത്ത മുറിയിൽ 2 വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട്. ബാലചന്ദ്രനും ശ്യാമും ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ മുരളീമേനോനും. രാത്രിയിൽ സാറിന് നെഞ്ചുവേദന വരികയും രാത്രിയിൽ തന്നെ അദ്ദേഹം മറ്റാരെ അറിയിക്കാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നു. രാവിലെ റിഹേഴ്സലിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിയ ഈ വിദ്യാർത്ഥികൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശങ്കരപ്പിള്ള സാറില്ല. അന്വേഷിച്ചപ്പോൾ ഇന്നലെ ഒരു ചെറിയ അറ്റാക്ക് വന്ന് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നറിഞ്ഞു. ഓടിപ്പിടിച്ച് അവിടെ ചെന്നു. അപ്പോഴേ ആളുകളൊക്കെ വന്നു. ഇവർ സാർ എന്താണ് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ റിഹേഴ്സലായി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്ന് നടന്നുറങ്ങുകയല്ലേ, മറ്റന്നാൾ നാടകമുണ്ടല്ലോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങ് പോകുന്നതാണ് എന്ന് പറയുന്നതാണ് ശങ്കരപ്പിള്ള സാർ. ഇവർ പിന്നെ ഇവിടെ നിന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ശാസിച്ചു വിട്ടു, നാളെ നാടകമല്ലേ, നിങ്ങൾ പോയി റിഹേഴ്സൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് ശങ്കരപ്പിള്ള സാർ. ഇങ്ങനെയുള്ളൊരു നാടക പ്രവർത്തകനെയും അസാധാരണമായ സൗഹൃദം കൊണ്ട് ആളുകളെ കൂടെ നിർത്തുകയും അവരോട് വളരെ സ്നേഹത്തോടുകൂടി ഇടപെടുകയും എന്നാൽ നാടകത്തിന് വേണ്ടി അവിരാമം അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരാളെ മലയാള നാടകവേദിക്ക് വേറെ എവിടെ എന്തെങ്കിലും കിട്ടുമോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവസാന കാലം വരെയും ഗാഠമായ സൗഹൃദം പുലർത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലും ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലും ഒക്കെ സാറ് വന്നിട്ടുണ്ട്. എന്തൊരു സൗഹൃദത്തോടു കൂടിയാണ്, എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് എന്നെപ്പോലെയുള്ള നാടക പ്രവർത്തകരെയൊക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഞാൻ ഇന്നിപ്പോൾ ഓർക്കുന്നു. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. കഴിഞ്ഞൊരു 40-45 വർഷമായി കേരളത്തിൽ അർത്ഥപൂർണമായ നാടക പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ലിസ്റ്റ് നിങ്ങളെടുത്ത് നോക്കിക്കൊള്ളൂ. ഏതെങ്കിലും തരത്തിൽ അവരെല്ലാം ശങ്കരപ്പിള്ള സാറുമായിട്ട് ശിഷ്യന്മാരോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഒരു ആകർഷണ വലയത്തിൽപ്പെട്ടവരോ ഒക്കെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് ശങ്കരപ്പിള്ള സാറിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയും മലയാള നാടകവേദിക്ക് എന്ന് ഞാൻ കരുതുന്നു.
ശങ്കരപിള്ള സാറിൻ്റെ ഒരു ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഇത്തരം ഒരു പുസ്തകം തയ്യാറാക്കിയ ശ്രീനാഥനെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശങ്കരപിള്ള സാറിൻ്റെ സ്നേഹപ്രഭാവം തൊട്ടറിഞ്ഞ കണ്ടറിഞ്ഞ ആ അനുഭവങ്ങളെ നമുക്ക് അനുഭവവേദ്യമാക്കി തന്ന അലിയാർ സാറിന് വളരെയധികം നന്ദി. ജി ശങ്കരപിള്ള സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി ശ്രീ ബൈജു ചന്ദ്രൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ലത്. അതുകൊണ്ട് വളരെ കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ എന്നെ ഇവിടെ സംസാരിക്കാൻ ഞാനിവിടെ വാസ്തവത്തിൽ പ്രസംഗകരിൽ ഒരാളായിട്ട് വരും എന്ന് ഞാൻ വിചാരിച്ചതുമല്ല. എന്നെ വിളിച്ചു. ശ്രീനാഥ് ഗീതയുമായാലും ശ്രീനാഥായാലും ഇങ്ങനെ പറയുന്നു, വിളിക്കുന്നു, അതുകൊണ്ട് ഞാൻ വരുന്നു, ഇതിൽ പങ്കെടുക്കാൻ സദസ്സിലിരിക്കാൻ വന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഞാൻ അദ്ദേഹമായിട്ട്, ശങ്കരപിള്ള സാറുമായിട്ടുള്ള എൻ്റെ വളരെ അകന്ന് നിന്ന് കണ്ട ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളുടെ പുത്രൻ എന്നുള്ളതാണ്. അങ്ങനെ വളരെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരാൾ. നാടകത്തിൻ്റെ ആദ്യകാല പ്രാരംഭ അതിനകത്ത് എഴുതിയ കുറിപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനെ കാണാൻ പിന്നെ വീട്ടിൽ വരുന്ന വളരെ അലക്ഷ്യമായ രീതിയിൽ താടിയും മുടിയൊക്കെ വളർത്തിയ ജുബ്ബായിട്ട ഒരു മനുഷ്യനെ കാണുകയും അങ്ങനെ ആരാണെന്ന് പരിചയപ്പെടുകയും പിന്നെ അന്നേ വായിക്കാനുള്ള താല്പര്യം കൊണ്ട് ഈ നാടകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുകയും പലതും മനസ്സിലാക്കാതെ തന്നെ അത് വായിക്കുകയും ഒക്കെ ചെയ്തൊരാൾ. പിന്നെ പതുക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ കാണാൻ, അവതരണങ്ങളെ കാണാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണ് ഒരു ശങ്കരപിള്ള സാർ എന്നുള്ള വ്യക്തിത്വത്തെ അടുത്തറിയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സംഗീത അക്കാദമി ചെയർമാനായിരിക്കുമ്പോഴൊക്കെ തന്നെയും ഇങ്ങനെ വീട്ടിൽ വന്ന് കാണുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ കൂടുതൽ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ബാച്ചിൽ, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യത്തെ ബാച്ച് പഠിച്ച വിദ്യാർത്ഥികളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ എൻ്റെ സഹപ്രവർത്തകരായി ദൂരദർശനിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അതിനകത്ത് ശങ്കരപിള്ള സാറിൻ്റെ മാനസപുത്രൻ എന്ന് പറയാവുന്ന ഒരു സെക്രട്ടറി എന്ന് പറയാവുന്ന രീതിയിലുള്ള വേണുഗോപാൽ ഇവിടെ മുമ്പിലിരിപ്പുണ്ട്. ഒരുപക്ഷെ വേണുവിന് പറയാവുന്നത് മാതിരി അനുഭവ കഥകൾ നമുക്ക് ആർക്കും പറയാത്ത രീതിയിലുള്ള ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയായിരുന്നു വേണു. എന്നെക്കാളും യോഗ്യതയുള്ളവരത് ടീച്ചർമാരുൾപ്പെടെ എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ പറഞ്ഞു കേട്ട കഥകളിൽ നിന്ന് ഞാൻ രൂപപ്പെടുത്തിയ ഒരു ശങ്കരപിള്ള സാറുണ്ട്. കാര്യം ശങ്കരപിള്ള സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായും കണ്ടിട്ടുള്ളത്, നമുക്കൊക്കെ ഒരുപാട് അധ്യാപകരുണ്ടെങ്കിലും ശിഷ്യരെ ഇതുമാതിരി ആവേശിച്ച ഒരു അധ്യാപനം ഞാൻ കണ്ടിട്ടില്ല. ഈ ശിഷ്യന്മാരൊക്കെ ശങ്കരപിള്ള സാറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹമായി മാറുന്ന, അത് പി ബാലേന്ദ്രൻ മുതൽ ആ ജനറേഷനിൽപ്പെട്ട ഏതാണ്ട് എല്ലാവരും ശങ്കരപിള്ള സാറായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടിരുന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് അത്രയധികം ശിഷ്യന്മാരെ ആവേശിച്ച ഒരു അധ്യാപകനെ ഞാൻ കാണുന്നത് ജി ശങ്കരപിള്ളയിലൂടെയാണ്. അപ്പോൾ ജി ശങ്കരപിള്ള വാസ്തവത്തിൽ അദ്ദേഹം പലതുമാണ്. അദ്ദേഹം ഞാൻ അതിനകത്ത് എഴുതാൻ ശ്രമിച്ചതാണ്. നമുക്കൊരുപാട് അധ്യാപകരുണ്ട്, പക്ഷേ ആചാര്യൻ, നാടകാചാര്യൻ എന്ന് പലരെയും നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ അവരൊക്കെ ആ അർത്ഥത്തിൽ നോക്കിയാൽ വളരെ പരിമിതമായ രീതിയിൽ മാത്രം നാടകകലയെ ഉപാസിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തവരാണ്. ശങ്കരപിള്ള സാർ അങ്ങനെയല്ല. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ, പരിപൂർണമായ അർത്ഥത്തിൽ ഒരു നാടകത്തിൻ്റെ ആൾരൂപമായി ജീവിച്ചു മരിച്ച ഒരാളാണ്. അപ്പോൾ ആചാര്യൻ എന്നുള്ള ഒരു പദപ്രയോഗത്തിന്, ഒരു വിളിപ്പേരിന് ആരെങ്കിലും കേരളത്തിൽ, മലയാളത്തിൽ അർഹനായിട്ടുണ്ടെങ്കിൽ അത് ജി ശങ്കരപിള്ളയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് എനിക്ക് എൻ്റെ വളരെ പരിമിതമായ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവിലും കാഴ്ചയിലും ദൂരെ നിന്നും അകന്നു നിന്നും അടുത്തു നിന്നും. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അല്ലാതെ ഞങ്ങളുടെ പല ദൂരദർശനിലെ ചില പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വരികയും അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ളതിലേക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഓർക്കുന്നു. ഇങ്ങനൊരു സായാഹ്നത്തിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഓർക്കാൻ കിട്ടിയ അവസരത്തിന് എനിക്ക് തന്നതിന് ശ്രീനാഥിന് തീർച്ചയായിട്ടും ഞാൻ നന്ദി പറയുന്നു. പ്രൊഫസർ ജി ശങ്കരപിള്ള സാറിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവച്ചതിന് ബൈജു ചന്ദ്രൻ സാറിന് വളരെയധികം നന്ദി. ശങ്കരപിള്ള സാറിനെ കുറിച്ച് സ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീ പിരപ്പങ്കോട് അശോകൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള അധ്യക്ഷൻ, ഒരു സ്മരണ പ്രഭാഷണമൊന്നുമല്ല, യാദൃച്ഛികമായി വീണ് കിട്ടിയ ഒരു ഭാഗ്യം
ഭാഗ്യത്തിൻ്റെ ഉടമ. ആ ഭാഗ്യത്തുണ്ട് വലിച്ചെറിഞ്ഞത് ശ്രീമതി ഗീതയാണ്. വീട്ടിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു പുസ്തകം പൂർത്തിയാകുകയാണ്, തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അപ്പം അതിന് വേണ്ട ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്നെ സംബന്ധിച്ചതൊരു വലിയ ഭാഗ്യം. കാരണം ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശിതമാകും മുമ്പ് ഈ പുസ്തകം ഉടനീളം വായിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മഹാഭാഗ്യം. നിരവധി പ്രതിഭകളുടെ, ബഹുമുഖ പ്രതിഭകളുടെ ഒരു ശങ്കരപ്പിള്ള സാറിനെ കണ്ട കാഴ്ചകൾ, അവർ എപ്രകാരമാണ് ശങ്കരപ്പിള്ള സാറിനെ കണ്ടത്, അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിരവധി പേരിലൂടെ എനിക്കറിയാൻ പറ്റി എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഒരു ഏകമുഖമായി എഴുതുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഒരിക്കലും കിട്ടുന്ന ഒന്നല്ല ഇങ്ങനെ കിട്ടുന്നത്. MV ദേവൻ തൊട്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് തൊട്ട് അയ്യപ്പ പണിക്കർ സാറ് തൊട്ട് P. ബാലചന്ദ്രൻ എന്ന അങ്ങനെയുള്ള നടന്മാർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ശ്രീമതി രാജലക്ഷ്മി, ബിയാട്രിക്സ് ടീച്ചർ എന്നിങ്ങനെ നിരവധി പേരുടെ കണ്ണിലൂടെ അയ്യപ്പ പണിക്കർ സാറിനെ കണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാൻ പറ്റി എന്നുള്ളതാണ്. അത് നേരത്തെ കുട്ടി അറിയാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും അതിനു മുമ്പ് ഇത്തരത്തിലുള്ളൊരു സംവാദത്തിന് വഴിയൊരുക്കി ആ സംവാദങ്ങളെ മുഴുവൻ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഡോക്ടർ ശ്രീനാഥ്. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല, ഞങ്ങൾ തമ്മിൽ ആകെ കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, ഗീത പറയുമ്പോൾ ഉള്ള കേട്ടുള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം കാലം, കല, ദർശനം എന്നിങ്ങനെ 3ആയിട്ട് വിഭജിച്ച് ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങളെ അതോടൊപ്പം തന്നെ സംവാദങ്ങളെ അദ്ദേഹം ക്രോഡീകരിച്ച് ഇത്തരത്തിലൊരു പുസ്തകം, എനിക്ക് തോന്നുന്നു ഏകദേശം 400 പേജോളം ഇപ്പം തന്നെ ഉണ്ട്. ഇനിയും ഇത് ചേർക്കാനുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഒരു സമ്പൂർണതയിൽ എത്തുമ്പോൾ മലയാള നാടകവേദിക്ക് ഏറ്റവും അനർഘമായ, ഏറ്റവും മൂല്യവത്തായ ഒരു പുസ്തകം ആണ് ഇറങ്ങുന്നത്. അതിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഡോക്ടർ ശ്രീനാഥിന് അഭിമാനിക്കാം. തീർച്ചയായിട്ടും അഭിമാനകരമായൊരു പുസ്തകം രംഗപ്രഭാതിൻ്റെയും കൂടി ഭാഗമായിട്ടും സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെയും കൂടി ഭാഗമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം വളരെ ഗൗരവമുള്ളൊരു പുസ്തകമാണ് എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷം. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി അശോകൻ സാർ. ഇനി നമ്മൾ ഈ ചടങ്ങിൻ്റെ അന്ത്യഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് നന്ദി പ്രകാശനത്തിനായി ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക്, എൻ്റെ ഗുരുനാഥകൾക്ക്, ഗുരുതുല്യരായിട്ടുള്ളവർക്ക്, ജ്യേഷ്ഠ സഹോദരന്, എല്ലാവർക്കും ഒരുപാട് വിനയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. ജീവിതവും നാടകവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ജീവിതം തന്നെയാണ് നാടകം, നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം എന്ന് ഊട്ടിയുറപ്പിച്ച നാടകക്കാരൻ. നാടകത്തിൻ്റെ സമസ്ത മേഖലകളെയും പരിചയിച്ച്, നിരീക്ഷിച്ച്, പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെടുത്ത, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തൻ്റെ ശിഷ്യഗണങ്ങളെ ഒന്നാകെ ചേർത്ത് പിടിച്ച നാടകക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകങ്ങൾ, സ്നേഹദൂതൻ, ഭരതവാക്യം, സബർമതി ദൂരെയാണ്, തിരുമ്പി വന്താൻ തമ്പി തുടങ്ങി ഒട്ടേറെ നാടകങ്ങൾ, പേരെടുത്തു പറഞ്ഞാൽ തീരില്ല, അത്രയും നാടകങ്ങൾ. ഓരോന്നും അദ്ദേഹത്തിന് ഓരോ പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് ഇന്ന് നാം ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ. കാരണം ഇങ്ങനെയൊരു പുസ്തകം ഒരുപാട് നാളുകളായിട്ടുള്ള പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ, ഭാരത് ഭവൻ്റെ, രംഗപ്രഭാതിൻ്റെ ഒക്കെ സ്വപ്നമായിരുന്ന
ഒരു പ്രവർത്തനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ എനിക്കും ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ആ മഹാനുഭാവനായ നാടകപ്രവർത്തകനെ പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ജ്യേഷ്ഠതുല്യനായ കെ ശശികുമാർ, രംഗപ്രഭാതിൻ്റെ തന്നെ ഭാഗമായ നാടകക്കാരൻ, നാടകകൃത്ത്, സംവിധായകൻ എന്നീ മേഖലകളിൽ തിളങ്ങി നിന്ന സംഗീത നാടക അക്കാദമി ജേതാവ് കൂടിയായ കെ ശശികുമാർ, അദ്ദേഹത്തിന് എൻ്റെ പേരിലും ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെയും രംഗപ്രഭാതിൻ്റെയും ഭാരത് ഭവൻ്റെയും പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ രക്ഷാധികാരിയാണ്. ഒരു പ്രസ്ഥാനം മുന്നോട്ട് നടക്കണമെങ്കിൽ, നന്നായി നടക്കണമെങ്കിൽ അതിനൊരു രക്ഷാധികാരി കൂടിയേ തീരൂ. അങ്ങനെയുള്ള ഈ പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ രക്ഷാധികാരി, തികഞ്ഞ ഗാന്ധിയനായ, ഗാന്ധി സ്മാരകനിധി ചെയർമാനായ ശ്രീ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാറിൻ്റെ കർമ്മനിരതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലുമുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. ഡോക്ടർ കെ എസ് ശ്രീനാഥ് സാർ നേരത്തെ പറയുകയുണ്ടായി, ഇംഗ്ലണ്ടിലിരുന്നാണ് ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്തത് എന്ന്. അപ്പോൾ മലയാള ഭാഷയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു നാടകക്കാരനെയാണ് ആ വാചകങ്ങളിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പ്രവാസിയായിരുന്നിട്ട് പോലും നാടകത്തെയും മലയാള സാഹിത്യത്തെയും മലയാള ഭാഷയെയും, അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ കേട്ടപ്പോൾ മലയാളം എന്ത് ഭംഗിയായിട്ട് മറ്റൊരു രാജ്യത്ത് താമസിക്കുകയാണ്. എന്നിട്ട് പോലും പലരും ഇന്നത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കുറച്ച് മാത്രമേ മലയാളം അറിയൂ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ മലയാള ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, മലയാള നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു അത്ഭുത വ്യക്തിത്വം. അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു പുസ്തകത്തിൻ്റെ കാര്യക്ഷമമായ അല്ലെങ്കിൽ കൃത്യമായ സമയബന്ധിതമായ പൂരണത്തിന് വേണ്ടി പരിശ്രമിച്ച ശ്രീനാഥ് സാർ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അങ്ങയ്ക്ക് നന്ദി. ഈ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ എം ബഷീർ സാർ, സാഹിത്യ നിരൂപകനും കാലിക്കറ്റ് സർവകലാശാല മലയാള പഠന വിഭാഗം മുൻ മേധാവിയുമായിരുന്ന ബഷീർ സാർ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അളവിലും വ്യാപ്തിയിലുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. കോഴിക്കോടാണെങ്കിൽ സമയം കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുകയും പറയുകയോ ഒന്നുമില്ല, ആൾക്കാരിറങ്ങിപ്പോകും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാവരും ക്ഷമയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കേൾക്കാനായിട്ടിരിക്കുകയായിരുന്നു. മറ്റൊരു പ്രാധാന്യം കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് അദ്ദേഹം അവതാരിക എഴുതിയ സതീഷ് കെ സതീഷ് എന്ന നാടകകർത്താവിൻ്റെ റോസ്മേരി പറയാനിരുന്നത് എന്ന നാടകം, അതിൽ ബഷീർ സാറാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ പഠനം എഴുതാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ, ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അദ്ദേഹത്തിന് അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ച് സംസാരിച്ച ശ്രീ SR ലാൽ സാർ എന്നാണ് ഞാൻ സംബോധന ചെയ്തതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനാണ് SR ലാൽ ചേട്ടാ എന്ന് മാത്രമേ വിളിച്ച് ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ SR ലാൽ സാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
എന്നാൽ പോലും ഔപചാരികതയുടെ പേരിൽ അങ്ങനെ സംബോധന ചെയ്തതാണ്. മലയാള സാഹിത്യത്തിൽ കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ തൻ്റേതായ ഒരു സ്ഥാനം ഊട്ടിയുറപ്പിച്ച ലാൽചേട്ടൻ കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം എന്ന ഒരു പുസ്തകത്തിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൂടെ ഒരു യാത്ര നടത്തുന്ന, ആ യാത്ര തൻ്റെ സർഗസപരിയായി മലയാള സാഹിത്യത്തിലുടനീളം കൊണ്ടു നടക്കുന്ന, ആ സാഹിത്യത്തിൻ്റെ മറകരയിലേക്ക് നടന്നെടുക്കുന്ന ഒരു സാഹിത്യകാരൻ. അപ്പോൾ ലാൽചേട്ടനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. മലയാളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആത്മാർത്ഥതയുടെ നിറകുടമായ നാടകക്കാരൻ, അതാണ് ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. സ്കൂൾ ഓഫ് ഡ്രാമയുടെയും ഭാരത് ഭവൻ്റെയും ഒക്കെ അമരക്കാരനായി വിരാജിക്കുന്ന, ചേച്ചി പറഞ്ഞതല്ല, ഇതൊക്കെ സത്യമല്ലേ സാർ? അങ്ങനെയുള്ള പ്രമുഖ നാടകക്കാരൻ ശ്രീ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാർ, സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഗുരുതുല്യനായ പ്രൊഫസർ അലിയാർ സാർ, നാടകങ്ങളിലും സീരിയലുകളിലും ഒക്കെ പ്രൗഢ ഗംഭീരമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമ, അതിലുപരി അധ്യാപകൻ, നാടക നിരൂപകൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭയായ അലിയാർ സാർ, സാറിനും ഈ വൈകിയ വേളയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ ബൈജു ചന്ദ്രൻ സാർ, മുൻകാലങ്ങളിൽ ദൂരദർശനിൽ വാർത്ത കഴിഞ്ഞിട്ട് ഒരു സംഗീതം ഉണ്ടല്ലോ, ആ സംഗീതം കഴിയുമ്പോൾ എഴുതി കാണിക്കും ബൈജു ചന്ദ്രൻ. അങ്ങനെയാണ് ആ പേര് സുപരിചിതം. അദ്ദേഹം ഇവിടെ ജി ശങ്കരപ്പിള്ള സാറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു മഹനീയ സാന്നിധ്യത്തിൽ, ഈ ഒരു മഹനീയമായ ചടങ്ങിൽ അദ്ദേഹം സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി സാർ. ശ്രീ പിരപ്പങ്കോട് അശോകൻ സാർ, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം ഒന്നാമത് അദ്ദേഹം ഒരു വെഞ്ഞാറമൂടുകാരനാണ്, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. കഥകളി കാണാൻ പോകുമ്പോഴൊക്കെയുള്ള ഒരു സൗഹൃദം, അതിനോടൊപ്പം തന്നെ രംഗപ്രഭാത്, നാടകവേദികളിലെ സജീവ സാന്നിധ്യം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ തീവ്രത. കഥകളിയെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ നിരൂപണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ചുട്ടിക്കാരൻ എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. നാടകത്തിലും തൻ്റേതായ സാന്നിധ്യം അറിയിക്കുന്ന ശ്രീ പിരപ്പങ്കോട് അശോകൻ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നന്ദി സാർ. ഇനി നന്ദി അറിയിക്കാനുള്ളത് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച കുറേ പേരുണ്ട്. ശ്രീനാഥ് സാറിനോടൊപ്പം തന്നെ ഓരോ ലേഖനങ്ങളും ശേഖരിക്കുകയും അതിനെ സമാഹരിച്ച് സാറിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച രംഗപ്രഭാതിൻ്റെ അമരക്കാരി എന്ന് പറയാവുന്ന KS ഗീത ചേച്ചി. ഗീത ചേച്ചിയോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഹരികൃഷ്ണൻ ചേട്ടൻ. ഇവർ രണ്ടുപേരും അതോടൊപ്പം തന്നെ മകൾ കീർത്തി കൃഷ്ണയും. ഇവർ 3 പേരും കൂടിയാണ് രംഗപ്രഭാത് എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അവരോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഹരീഷ്, വിഷ്ണു, ചിത്രലേഖ, അഭിഷേക്, രംഗപ്രഭാത് തുടങ്ങി ഒട്ടേറെ കലാകാരന്മാരും കലാകാരികളും. ഇവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനി എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞൊരു ദിവസം MT അനുസ്മരണം അതിന് പോയ സന്ദർഭത്തിൽ
അവിടെ റിട്ടയർഡായ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, സാഹിത്യകാരന്മാരും കലാകാരന്മാരും സർഗധനരായിട്ടുള്ള കലാകാരന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുമ്പോൾ അവരുടെ സാഹിത്യം പഠിക്കാൻ ഇനി ആളുണ്ടാവുമോ? ആ ഒരു സംശയം, ഒരാശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. തീർച്ചയായും അത് ആ സാഹിത്യ സംഭാവനകളൊന്നും തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകില്ല എന്നുള്ളതിനുള്ള ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ. കാരണം അവരെല്ലാവരും തന്നെ ശങ്കരപ്പിള്ള സാറിൻ്റെയും രാമാനുജൻ സാറിൻ്റെയും കൊച്ചുനാരായണ പിള്ള സാറിൻ്റെയും ഒക്കെ ആശയങ്ങളെയും ആദർശങ്ങളെയും പിന്തുടർന്നു പോരുന്ന അടുത്ത തലമുറയാണ്. അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ സ്വന്തം ടീച്ചർ ഡിഗ്രി ബിരുദകാലത്ത് എൻ്റെ അധ്യാപികയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്തിൽ ആണ് ഞാൻ ഗവേഷണം നടത്തിയത്. അതിലെ സ്ത്രീ സ്വത്വാവിഷ്കാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഗവേഷണം നടത്തിയത്. അതിൽ എൻ്റെ വഴികാട്ടിയായിട്ട് എൻ്റെ മുന്നിൽ നടന്ന, എന്നെ നയിച്ച ഡോക്ടർ RB രാജലക്ഷ്മി ടീച്ചറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഗുരുതുല്യയായ ബിയാട്രിസ് ടീച്ചറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ മലയാളത്തിലെ മഹാനായ കവി അയ്യപ്പ പണിക്കർ സാറിൻ്റെ മകൾ ബീന ചേച്ചി, ശങ്കരപ്പിള്ള സാറിൻ്റെ സഹോദരി ഓമന ടീച്ചർ, വിളക്കുടി രാജേന്ദ്രൻ സാർ എന്നിവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ പ്രൊഫസർ G. ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെയും ഭാരത് ഭവൻ്റെയും വെഞ്ഞാറമൂട് ആലന്തറ രംഗപ്രഭാതിൻ്റെയും സജീവ പ്രവർത്തകരായി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച ഓരോരുത്തർക്കും, അതോടൊപ്പം തന്നെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ ആരുടെയെങ്കിലും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.